അപ്പൊ ഈ ചെറുപ്പയും തോളെ പൊക്കി വെച്ച് ഇല്ലത്തോട്ട് വരുമ്പോഴാണ് കാട്ടിൽ വെച്ചിട്ട് കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച. അതായത് ഇദ്ദേഹം കണ്ടത് ആ കാട്ടില് ഒരു ശൂദ്ര സ്ത്രീ, ഒരു വേശ്യ സ്ത്രീ ഒരു പുരുഷനുമായിട്ട് ചേർന്നുകൊണ്ട് രതിക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ടോണ്ടാണ് അജാമിളന്റെ വരവ്. അപ്പൊ അജാമിളൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇദ്ദേഹം അവിടെ നിന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഗായത്രി ജപിക്കുന്നവനാണ്, ഈശ്വര ഉപാസന ചെയ്യുന്ന ആളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തും കണ്ടു കേട്ടുമൊക്കെ വരും. പക്ഷേ അതൊക്കെ നോക്കി നിന്നങ്ങനെ മതിമറന്ന് ആസ്വദിക്കുക അതൊരിക്കലും പാടില്ല. അതുകൊണ്ടിത് തനിക്ക് കാണാൻ പറ്റാത്ത കാഴ്ചയാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അങ്ങനെ തിരിച്ചറിവുള്ള അജാമിളൻ ഇത് കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ പെട്ടെന്ന് തലതിരിച്ചു. ഇദ്ദേഹം മുമ്പോട്ടങ്ങ് നടന്നു പോവാം. പക്ഷേ അജാമിളൻ മുമ്പോട്ട് പോയി. ഇതെന്താ കുഴപ്പം പറ്റിയേ? ഇദ്ദേഹത്തിന്റെ കണ്ണ് പോയില്ല. ഇദ്ദേഹത്തിന്റെ കണ്ണിന് ഇത് കണ്ടാസ്വദിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അജാമിളൻ മുമ്പോട്ട് പോയെങ്കിലും ഇയാളെ കണ്ണ് പോയില്ല. കണ്ണിത് കാണാനായിട്ട് ഇവിടെ കിടക്കുക. അപ്പൊ കണ്ണ് അജാമിളനോട് പറഞ്ഞ്, അജാമിള ഇയാൾ പോകണ്ട, ഇങ്ങോട്ട് പോരെ, ഇത് കണ്ട് ആസ്വദിക്കാം. ഈ കണ്ണ് ഇയാളെ വിട്ടില്ല, കണ്ണിന്റെ പിടിയിലായി പോയി. കണ്ണാണ് കുഴപ്പക്കാരനോടെ. അപ്പൊ എന്തായാലും അജാമിളൻ മുമ്പോട്ട് പോയി അജാമിളനെ കണ്ണ് പിടിച്ചു കൊണ്ടുവന്നു. ഇത് തന്നെ കണ്ടുകൊണ്ട് അവസാനം എന്ത് പറ്റി? അജാമിളൻ പിന്നെ ഇല്ലത്തേക്ക് തിരിച്ചു പോയിട്ടേയില്ല. ഈ വേശ്യാസ്ത്രീയെ തന്നെ ഭാര്യയായിട്ടങ്ങ് സ്വീകരിച്ചു. അവരുടെ കൂടെ കാട്ടിൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അതുവരെ ഈശ്വരനാമം ജപിച്ച് വളർന്നു വന്ന അജാമിളൻ ഇപ്പോ കാട്ടിലാണ് താമസം, വേശ്യാസ്ത്രീയുമായിട്ട് കാട്ടിൽ. അവർ തമ്മിൽ ചേർന്നപ്പോ ധാരാളം കുട്ടികളും ഒക്കെ ഉണ്ടായി. ഈ ഇളയ മകൻ, ഏറ്റവും ഇളയ ഒരു മകനുണ്ടായപ്പോ അജാമിളൻ ആ കുട്ടിക്ക് ഒരു പേര് വിട്ടു. ഏറ്റവും ഇളയ കുട്ടിയാണ്, നാരായണൻ എന്നാണ് പേരിട്ടത്. എന്തോ അന്നേരം അങ്ങനെ തോന്നി, അങ്ങനെ പേര് വിട്ടു. ഏറ്റവും ഇളയ കുട്ടിയായ നാരായണനോടാണ് അജാമിളന് ഏറ്റവും കൂടുതൽ സ്നേഹം. അങ്ങനെ ഈ ഭാര്യ മക്കളുമായിട്ട് കാട്ടിൽ അങ്ങനെ ജീവിക്കുക. അല്ല, ഭാര്യ മക്കളും കൊണ്ട് കാട്ടിൽ താമസിക്കുക. അവർക്ക് ചെലവിന് കൊടുക്കണ്ടേ, ഇയാൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ അജാമിളന്റെ ജോലി എവിടെയെങ്കിലും വലിയ വൃക്ഷങ്ങളുടെയൊക്കെ പറകിലൊക്കെ പോയി ഇങ്ങനെ ഒളിച്ചിരിക്കും. കാട്ടിലൂടെ തീർത്ഥാടകര് വരും, മഹർഷിമാരോ ബ്രാഹ്മണന്മാരോ ഒക്കെ ഇങ്ങനെ കാട്ടിലൂടെ വരും. ഇയാള് അവിടെ ഇരുന്നു കൊണ്ട് ചാടി ചെല്ലും, ഈ വരുന്നവരെയൊക്കെ ആക്രമിക്കും, അവരുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിച്ച് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് മക്കൾക്കും കൊടുക്കും. ഇതാണ് അജാമിളന്റെ ജോലി. ഇപ്പൊ നേരെ വിപരീതമായി. ഇത്രയും നാൾ ഈശ്വരനാമം ജപിച്ച് കഴിഞ്ഞുകൂടി അജാമിളൻ ഇപ്പോ പിടിച്ചുപറിയൊക്കെയായി അങ്ങനെ അധാർമികമായിട്ട് ജീവിച്ചു. അതുവരെയുള്ള ധർമ്മമൊക്കെ പോയി. ഇപ്പൊ ജീവിതത്തിൽ യാതൊരു ധർമ്മവും ഇല്ല. അതായത് ഇപ്പൊ അജാമിളന് 88 വയസ്സായി. 88 വയസ്സ് പ്രായമായ അജാമിളനെ സംബന്ധിച്ചിടത്തോളം ഇളയ മകൻ നാരായണൻ, ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. അജാമിളൻ 88 വയസ്സ്, ഇളയ മകൻ 8 വയസ്സ്. അപ്പൊ അവരുടെ ജീവിതത്തില് ധർമ്മത്തെ കുറിച്ച് നമുക്ക് മനസ്സിലായി, യാതൊരു ധർമ്മവും ഇല്ല, അധർമ്മം നിറഞ്ഞ ജീവിതം. അങ്ങനെ എന്തായാലും 88 വയസ്സ് പ്രായമായ അജാമിളൻ വീണുപോയി. ആ വീണ് കിടക്കുന്ന അജാമിളൻ അവിടെ കിടന്നുകൊണ്ട് അനുഭവിച്ച ദുരിതങ്ങൾ ഭാഗവതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. 88 വയസ്സായ അജാമിളൻ അനുഭവിച്ച ദുരിതങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ 88 വയസ്സൊക്കെ ആയാലേ ഇത് നമ്മൾ അനുഭവിക്കണം, നമ്മൾ വീട് പോകും. പിന്നെ കലിയുഗമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. 88 വരെയൊന്നും ആരും പോകാറൊന്നുമില്ല. ഭാഗവതത്തില് കലിയുഗ വർണ്ണനയിൽ പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുസ് 120 വർഷമാണെങ്കിലും കലിയുഗത്തിൽ 30-20 വർഷമേ ഉണ്ടാകും ആയുസ് മനുഷ്യർക്ക്. അങ്ങേ അറ്റം 30. അതിനപ്പുറം ഒന്ന് കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഓരോ ദിവസം പത്രമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അറിയാം
ഈ അപകട ദുർമരണങ്ങളൊക്കെ വരുന്ന എല്ലാം 30-നും 20-നും ഇടയ്ക്കായിരിക്കും. ഇനി അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് എന്തായാലും 88 വയസ്സെങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കുണ്ട്. ഈ കിടപ്പും ഇയാൾ അനുഭവിച്ച ദുരിതങ്ങൾ നമ്മളും അനുഭവിക്കണം. എന്തൊക്കെ ദുരിതങ്ങളോ, സഹിക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടോ, അത്ര ദുരിതമാണ്. കഫവ്യാഘാതോഷ്മോൽബണശ്വാസവേഗ യഥാ വിസ്ഫുരൽ സർവമർമാസ്തി ബന്ധാം വിചിന്യാഹം അന്ത്യാം അസഹ്യാമവസ്ഥാം വിവേമി പ്രഭോ കിങ്കരോമി പ്രസീദ. അസഹ്യാമവസ്ഥ, സഹിക്കാൻ പറ്റുകയില്ല അവസ്ഥകൾ. കഫത്തിന്റെ ശല്യം വർദ്ധിക്കും ആ സമയത്ത്. ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ശക്തി ക്ഷയിച്ചു പോകും. പണ്ട് കണ്ണിന് നല്ല കാഴ്ചശക്തിയായിരുന്നു, ഇപ്പോഴോ കാഴ്ചശക്തിയില്ല, അത് ക്ഷയിച്ചു. പണ്ടൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഇരുന്നുണ്ട് ഈ പെറുപുറത്താ മതി, അത് കേൾക്കുവാൻ. ഇപ്പൊ വെടി പൊട്ടിച്ചാല് ഇല്ല, ചെവിയുടെ ശക്തി പോയി. പണ്ട് നാവിന് എന്തെങ്കിലും ഒന്ന് വായിലോട്ട് ഇട്ടാൽ അതിന്റെ രുചി അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പോഴോ എന്തോ ഇട്ടിട്ട് ഒരു കാര്യവുമില്ല, ഒരു രുചി ഇല്ല. ആരെങ്കിലും ശരീരത്തെ തൊട്ടാ പോലും അറിയുന്നില്ല. കാര്യം തൊക്കിന് സ്പർശനശക്തി ഇല്ലിപ്പോ. മൂക്കിന് ഘ്രാണശക്തി ഇല്ല, പണം പിടിക്കാനൊന്നും കഴിയില്ല, ഇതെല്ലാം പോയി. മർമ്മങ്ങളിൽ നീർക്കെട്ടായി, തൊടാൻ നിവർത്തിയില്ല. അങ്ങനെ സഹിക്കാൻ വയ്യാത്ത ദുരിതങ്ങൾ ശാരീരികമായിട്ടും ഉണ്ടാവും, അതെല്ലാം അനുഭവിക്കേണ്ടി വരും. അതിൽ കൂടുതൽ വേദനകൾ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടും. അവരുടെയൊക്കെ അവഹേളനകൾ കേൾക്കേണ്ടി വരും. ചിലപ്പോ ശരിക്കും ശക്തിയില്ലാത്തോണ്ട് അത് കേട്ടില്ലെന്നും വരും. ഇങ്ങനെ പല പല ദുരിതങ്ങളാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ അനുഭവിക്കാതെ. അജാമിളൻ അനുഭവിച്ചു. അങ്ങനെ അനുഭവിച്ചു കിടക്കുന്ന അജാമിളൻ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. പോത്തിന്റെ പുറത്ത് കുറച്ച് ആൾക്കാര് കയറും ഒക്കെ ആയിട്ട് വരികയാണ്. പോത്തിന്റെ പുറത്ത് വരുന്ന ആരാന്നറിയാമല്ലോ, കാലദൂതന്മാര് വരും കൊണ്ടുപോയി. അവ കിടക്കുന്ന ആളിനെ ഇവരെ കാണാൻ പറ്റും, നമുക്ക് അടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഇവർക്ക് കാണാം. അപ്പൊ അവർക്ക് തോന്നും എന്നെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരുന്നു. അവർക്ക് മനസ്സിലായി അവ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിരുന്നവനല്ലേ. ജീവിച്ചിരുന്നപ്പോ ഇയാൾക്ക് ഒരുപാട് വസ്തുക്കളെ കണ്ട് സ്നേഹിച്ച ആളാണ്. ഒരുപാട് ഇഷ്ടം ഓരോന്നിനോടും ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്തിനെയാണോ അതിനെ വിട്ടിട്ട് പോകേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അങ്ങനെയാണ്. ഏറ്റവും സ്നേഹം എന്തിനെയാണ്, ആ ചിന്ത അവന്റെ ഉള്ളിൽ വരും. അവനെ വിട്ടിട്ട് പോകണ്ടേ. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇങ്ങനെ കിടക്കുന്ന ആള് ഭാര്യയെ വലിയ സ്നേഹമുള്ള ആളായിരിക്കും. അപ്പൊ ഇയാൾ കണ്ടു പോത്തിന്റെ പുറത്ത് ആള് വരുന്ന എന്നെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നു, അവരിപ്പോ എന്നെ കൊണ്ടുപോയി, എന്നാൽ ഞാൻ മരിക്കാറായി എന്നർത്ഥം. എന്റെ ഭാര്യയെ വിട്ടിട്ട് പോകണ്ടേ. ഭാര്യയോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. അപ്പൊ ഭാര്യയെ വിട്ടിട്ട് പോകാൻ ഇയാൾക്ക് മനസ്സ് വരുന്നില്ല. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് മക്കളെ വല്ലത് എവിടെ നോക്കുപോയി അവളെ അവസ്ഥ എന്തായിരിക്കും, അവിടെ ദുഃഖിക്കുമോ, എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്റെ ഭാര്യ, അങ്ങനെ ചിന്തിച്ച് അവിടെ കിടക്കുന്ന കൂട്ടത്തിൽ അവര് വന്ന് പിടിച്ചോണ്ട് പോകും. അപ്പൊ ശരീരത്തിന് ജീവൻ പുറത്തേക്ക് മരിച്ചു. ഭാര്യയെ ചിന്തിച്ചുകൊണ്ടാണ് ഈ ജീവൻ പുറത്തേക്ക് പോയത്. അങ്ങനെ പോയാൽ എന്താ അവസ്ഥ? ഇന്നലെ ഒരു കഥ വായിച്ചു, പഞ്ചമസ്കന്ധത്തിൽ ജഡഭരതന്റെ കഥ വായിച്ചപ്പോ അവിടെ പറഞ്ഞതാണ്, എന്തിനെ ചിന്തിച്ചുകൊണ്ടാണോ ഒരു ജീവൻ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്, ആ ജീവൻ അടുത്ത ജന്മം അതായിട്ട് ജനിക്കണം. ജഡഭരതൻ ഇന്നലെ ഒരു മാനിനെ ചിന്തിച്ചുകൊണ്ട് മരിച്ചുപോയി. അതുകൊണ്ട് എന്ത് പറ്റി, അയാൾ പിന്നെ മാനായിട്ട് ജനിക്കേണ്ടി വന്നു. ഇവിടെ ഭാര്യയെ ചിന്തിച്ചുകൊണ്ടാണ് ജീവൻ പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ പോകുന്ന ജീവൻ അടുത്ത ജന്മം ആരുടെയെങ്കിലും ഒരു ഭാര്യ അങ്ങനെ ജനിക്കണം. താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണം ഇത്രയും കാലം കട്ടും വലിച്ചുമൊക്കെ വലിച്ചു കൂട്ടി വെച്ചിരിക്കുക. അപ്പൊ ഇയാളെ കൊണ്ടുപോകാൻ ഇവര് വരുമ്പോ ഇയാൾക്ക് മനസ്സിലായി എന്നെ കൊണ്ടുപോകാൻ ആൾക്കാർ വന്നല്ലോ, ഈ പണത്തിന് വിട്ടിട്ട് പോകണ്ടേ. ഇയാളെ
ചിന്ത മുഴുവൻ പണം ഉണ്ടാക്കുന്നതിലായിരുന്നു. പണത്തിനെ മാത്രം കൂടുതൽ സ്നേഹിച്ചാണ്. അപ്പൊ ഇയാൾ വെച്ച് പണം വിട്ടിട്ട് പോകാൻ ഇയാൾക്ക് മടിയാവും. അപ്പൊ ഇയാളെ ഉള്ളിലെ ചിന്ത എന്റെ പണം, എന്റെ പണം, എന്റെ പണം, എന്റെ പണം. ജീവനും പുറത്തേക്ക് പോയി. അടുത്ത കഴിയുമ്പോ ഇയാള് വല്ല നോട്ട് കെട്ടാൻ നോട്ടായിട്ടൊക്കെ ജനിക്കേണ്ടി വരും, പണമായിട്ട് ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ആൾക്കാര് പുരാണങ്ങൾ നമ്മളോട് പറഞ്ഞ് നിങ്ങളുടെ ആ അന്ത്യസമയം, ആ ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അവർ ആൾക്കാരെ കാണുമ്പോൾ അറിയാവില്ല. അപ്പൊ നിങ്ങൾ എന്താണ്, സാക്ഷാൽ നാരായണനെ ചിന്തിച്ചോണം. അപ്പൊ പിന്നെ നാരായണനെ ചിന്തിച്ചോണ്ട് ജീവൻ പുറത്തേക്ക് പോയാൽ അത് നാരായണനായി മാറി, മോക്ഷമായി. പിന്നെ അവന് ജന്മമില്ല. അന്ത്യകാലത്ത് അന്തേ നാരായണ സ്മൃതി, ഭഗവാനെ ചിന്തിക്കണം. ഭഗവാനെ ചിന്തിക്കണമെങ്കിൽ ആ സമയത്ത് ആ ഭഗവത് ചിന്ത നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ എന്താ വേണ്ടേ? ഓർമ്മയായ കാലം മുതൽ ഭഗവാനെ സ്നേഹിക്കണം. എന്തിനെയാണോ സ്നേഹിക്കുന്നത് ആ ചിന്തയെ വരുള്ളൂ. ഭഗവാനെ കുട്ടിക്കാലം മുതൽ സ്നേഹിക്കുന്നവർക്ക് അന്ത്യകാലത്ത് ആ ചിന്ത ഉണ്ടാവും. പണത്തിനെ മാത്രം സ്നേഹിച്ചാൽ അവസാനം ആ ചിന്ത വരുള്ളൂ. അപ്പൊ ഇവിടെ അജാമനെ സംബന്ധിച്ചിടത്തോളം ഇളയ കുട്ടിയോടാണ് സ്നേഹം കൂടുതൽ. അപ്പൊ കാലദൂതന്മാർ തന്നെ കൊണ്ടുപോകാൻ തയ്യാറായി വരുന്നു എന്ന് കണ്ടപ്പോ അജാമനെ തന്റെ മകനെ വിട്ടിട്ട് പോകാൻ മടിയുണ്ടായി. അവിടെ കിടന്നത് ആ മകന്റെ ചിന്ത ഉള്ളിലേക്ക് വന്നു. നാക്കിന് സംസാരശേഷിയൊക്കെ കുറവാണ്, എന്നാലും തിരക്കേടില്ല. നമ്മളെ കിടന്നുകൊണ്ട് എല്ലാം മറന്ന് വിളിച്ചു. ആ മകനെ വിളിക്കുകയാണ്, നാരായണ നീ എവിടെയാ? ഓടി വന്നെന്നെ രക്ഷിക്കണേന്ന് കിടന്ന് വിളിച്ചു പറഞ്ഞു. ആ ഒരൊറ്റ വിളിച്ചപ്പോ അവിടെ നിന്ന് മകനത് കേട്ടോ കേട്ടില്ലയോ വന്നില്ലയോ വന്നോന്നൊന്നും ഭാഗവതം പറഞ്ഞില്ല. നാരായണ എന്നാണ് വിളിച്ചത്. അപ്പൊ നാരായണൻ വിളി കേട്ടു. പെട്ടെന്ന് നടന്ന് 3-4 ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. വിഷ്ണു ലോകത്തിൽ നിന്ന്, വിഷ്ണു ലോകത്തിലുള്ളവരെല്ലാം ഭഗവാന്റെ രൂപത്തിലാണ്. അങ്ങനെ മഹാവിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ 3-4 ആൾക്കാര് സ്വർണ്ണ തേരി അവിടെ വന്നു. അവിടെ വന്നിട്ട് ഈ കാലദൂതന്മാരെ എല്ലാം മാറ്റി. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇയാളെ കൊണ്ടുപോയത്, ഇയാളെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് മഹാവിഷ്ണു ഭഗവാന്റെ ദൂതന്മാര് പറയുക. ഇത് കേട്ടപ്പോ കാലദൂതന്മാര് ചോദിക്കുന്നത്, അയ്യോ അതെന്തിനാ, എവനെ നിങ്ങൾക്ക് എന്തിനാ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ? അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൽക്കർമ്മം യവൻ ചെയ്തിട്ടുണ്ടോ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ? യവൻ ചെയ്തത് മുഴുവൻ അധർമ്മങ്ങളല്ലേ? അവൻ ചെയ്ത അധർമ്മങ്ങൾക്ക് അനുസരിച്ച് ശിക്ഷകൾ കൊടുക്കണം. അതിന് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നത്. ഇവന് വേണ്ട ശിക്ഷകൾക്കുള്ള തയ്യാറെടുപ്പൊക്കെ അവിടെ ചെയ്തിട്ടാണ് വന്നത്. ഒരു ചെമ്പില് ഞങ്ങൾ എണ്ണ തിളപ്പിച്ചിട്ടിരിക്കുക. ഇപ്പൊ എണ്ണ ഇങ്ങനെ തിളച്ച് കിടക്കുക. ഇവനെ കൊണ്ടുപോകണം, ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് വേണം ആ തിളച്ച എണ്ണയിലിട്ടങ്ങോട്ട് വതക്കണം. നല്ല ഇരുമ്പൊക്കെ ഉരുക്കി തിളച്ച് കിടക്കുക. കാര്യമെന്ത്, ഇവൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചവനല്ലേ. ജീവിതകാലം മുഴുവൻ ഇവന്റെ ജോലി എന്തോന്നായിരുന്നു അറിയാമല്ലോ, മദ്യസേവ. ഇവനിങ്ങനെ കുടിച്ച് സൂക്ഷിച്ചവൻ. അതിനുള്ള ശിക്ഷ അവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ നല്ല ഇരുമ്പൊക്കെ ഉരുക്കി തിളച്ച് കിടക്കുക. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേണം ഇവന്റെ വായൊക്കെ തുറന്നങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് അതങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അവർ ചോദിക്കും, ഇപ്പൊ തലയ്ക്ക് പിടിച്ചു വന്നു. അവ ജീവിച്ചിരിക്കുമ്പോ എന്തെല്ലാം ദുരിതങ്ങൾ ചെയ്ത് അതിന് തക്ക ശിക്ഷകളൊക്കെ ഉണ്ടവിടെ. അതിനൊക്കെ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവരെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന് കാലദൂതന്മാര്. ഭഗവാന്റെ ദൂതന്മാരെ സമ്മതിക്കുന്നില്ല. തർക്കിക്കാൻ സമയമൊന്നുമില്ല ഇവിടെ. നിങ്ങൾ ഇവരെ വിട്ടിട്ട് പോകണം. നിങ്ങൾ എന്ന് യമധർമ്മനോട് പറഞ്ഞാൽ മതി, കാലനോട് പറഞ്ഞാൽ മതി കാര്യങ്ങൾ. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അങ്ങനെ കാലദൂതന്മാരെയൊക്കെ വിഷ്ണുദൂതന്മാരെ ഓടിച്ചു. ആ കാലദൂതന്മാർ നേരെ കാലകൊട്ടാരത്തിൽ ചെന്നു. യമധർമ്മനെ ചെന്ന് കണ്ടു പറയാ, ഈ ഭഗവാന്റെ ആൾക്കാർ ഈ തരത്തിൽ തുടങ്ങിയാൽ നമ്മൾ കഷ്ടപ്പെടും. അതെന്താ? അയ്യോ ആ ദുഷ്ടനായ അജാമിനെ കൊണ്ടുവരാൻ ഞങ്ങൾ പോയതാ, പക്ഷേ ഭഗവാന്റെ ആൾക്കാർ സമ്മതിക്കുന്നില്ല.
അങ്ങയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിനിപ്പോ എന്താ വേണ്ടേ? എല്ലായിടവും ഇങ്ങനെ ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാൻ പോകുമ്പോ ഒക്കെ ഭഗവാന്റെ ആൾക്കാർ വന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് ആരും വരാതെയാവും. അതിപ്പോ ഞങ്ങളിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചപ്പോ യമധർമ്മം പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യും, വെറുതെ ഒന്നും അതിലെ ഭഗവാന്റെ ആൾക്കാരെ രക്ഷിക്കുകയില്ല. നിങ്ങൾ ഒരാളെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, ആരെയാ ഉദ്ദേശിക്കുന്നത്? അവൻ ജീവിച്ചിരുന്ന കാലത്ത് ആത്മാർത്ഥമായിട്ട് നാമം ജപിച്ചിട്ടുള്ളവനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ നാമം ജപിച്ചവനാണെങ്കിൽ അവനെ കൊണ്ടുവരാൻ നിങ്ങൾ പോകരുത്. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് അപകടമുണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കുഴപ്പമുണ്ടാവും. ഈശ്വരനാമം ജപിച്ചവരെ ഇങ്ങോട്ടല്ല കൊണ്ടുവരേണ്ടത്, അവരെ കൊണ്ടുവരാൻ ഭഗവാന്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളൂ. നിങ്ങൾ ഈ പറയുന്ന അജാമിളൻ എത്ര ദുഷ്ടനെന്ന് പറഞ്ഞാലും ഭഗവാന്റെ ആൾക്കാർ വന്നെങ്കിൽ അവൻ എന്നെങ്കിലും ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാന്റെ ആൾക്കാർ വന്നത്. അങ്ങനെ യമധർമ്മൻ കാലദൂതന്മാർക്ക് വേണ്ട അറിയിപ്പൊക്കെ കൊടുത്തു. അങ്ങനെ എന്തായാലും കാലിന്റെ പിടിയിൽ നിന്നും അജാമിളനെ ഭഗവാന്റെ ആൾക്കാർ രക്ഷപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്നും അജാമിളനെ രക്ഷപ്പെടുത്തി. എന്താ കാരണം? നാരായണ ആ സമയത്ത് ഭഗവാനെ വിളിച്ചു. തന്റെ മകന് നാരായണൻ എന്ന് പേരിടാൻ തോന്നി, അതാണ് ആ മനസ്സ്. അങ്ങനെ ഒരു പേരിടാൻ തക്ക ജീവിത രീതി അല്ലായിരുന്നു അജാമിളന്റെ. പിന്നെന്താ അങ്ങനെ പേര് വരാൻ കാരണം? കുട്ടിക്കാലത്ത് നാമം ജപിച്ചതിന്റെ ഒരു ഗുണം. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരു കുഞ്ഞുണ്ടായാൽ പണ്ട് മുതലേ നമ്മുടെ പ്രായമുള്ള ആൾക്കാരുണ്ടെ പറയും, അതെ കുട്ടിക്ക് പേരിടുന്ന ദിവസം ആൺകുട്ടിയാണെങ്കിൽ ഭഗവാന്റെ പേരിടണമെന്നാണ് നിയമം. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഭഗവതിയുടെ പേരിടും. വിളിക്കുന്നതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കും. എന്നാലും പേരിടുമ്പോ ഭഗവാന്റെ പേരോ ഭഗവതിയുടെ പേരോ ആണ് ആ ചടങ്ങില് അവരെ വിളിക്കുന്നത്. നമ്മളിപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പുതിയ പുതിയ പേരൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടാലും ഈ പ്രായമുള്ള ആൾക്കാർ അതിടാൻ സംഭവിക്കില്ല. ആൺകുഞ്ഞുങ്ങളെ ഭഗവാന്റെ പേരിട്ടോണം, പെണ്ണാണെങ്കിൽ ഭഗവതിയുടെ പേരിടണം. നമ്മളങ്ങനെ ഇടുന്ന ആൾക്കാരാ. ഇവിടെ പേരിടുന്നതിലല്ല പ്രശ്നം. അജാമിളൻ തന്റെ മകന് നാരായണന്റെ പേരിട്ടത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അന്ത്യകാലത്ത് പേടിച്ചിട്ടാണെങ്കിലും വിളിച്ചു നാരായണ. വിളിക്കണം. പേരിട്ടതുകൊണ്ട് കാര്യമുണ്ടോ? പാർവതി എന്ന് പെൺകുഞ്ഞിന് പേരിട്ടാൽ നമ്മളെ പേരിടുമ്പോ പാർവതി എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. അന്നേ വിളിയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താ വിളിക്കും? അല്ല, നമ്മളെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായി, പെൺകുഞ്ഞാണ്, പാർവതി എന്നാ പേരിട്ടെ. പിന്നെ ആരെങ്കിലും അതിനെ പാർവതി എന്ന് വിളിക്കുമോ? പിന്നെന്താ വിളിക്കും? പാറു എന്നല്ലാതെ വിളിക്കുന്നില്ല. ഈ പാറു എന്ന് വിളിച്ചാൽ പാർവതി വിളി കേൾക്കുമോ? അതില്ല. പാർവതിയെ പാർവതി എന്ന് വിളിച്ചാലല്ലേ വിളി കേൾക്കുള്ളൂ. അപ്പൊ നമ്മൾ പേരിടുന്നെങ്കിലും വിളിക്കാറില്ല. പേരിടുന്നത് വിളിക്കാൻ വേണ്ടിയാ. അങ്ങനെ തന്നെ വിളിക്കണം, എന്നാലേ ഭഗവതി വിളി കേൾക്കുള്ളൂ. ഇവിടെ നാരായണൻ എന്ന പേരിട്ടു, അജാമിളൻ വിളിച്ചു. വിളിച്ചപ്പോ ഭഗവാൻ വിളി കേട്ടത് കൊണ്ടല്ലേ അതിനെ രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ ഇയാള് ആ കുട്ടിക്കാലം മുതലിട്ട് നാമം ജപിച്ച് ജീവിച്ച് വളർന്നു വന്ന യുവത്വത്തിലായ അജാമിളനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരെ വിപരീതമായ ഒരു ജീവിതത്തിൽ അകപ്പെട്ടുപോയി. എന്തുകൊണ്ട്? അതിനെന്താ കാരണം എന്നുള്ളതാണ്. ഇത്രയും കാലം നാമം ജപിച്ചവർ ഇങ്ങനെ വഴിപഴിച്ചു പോവോ? കുട്ടിക്കാലം മുതൽ ഈശ്വരനാമം ജപിക്കുന്നവര് വഴിപഴിക്കാറില്ല എന്ന് പറയും. പക്ഷെ അജാമിളൻ തെറ്റിപ്പോയി. അതെന്താ കാരണം? അയാളുടെ കണ്ണല്ലേ കുഴപ്പം ചെയ്തത്. കാണാൻ പാടില്ലാത്തത് കണ്ണിന് ഇഷ്ടപ്പെട്ട് അത് കാണണം. അത് കണ്ണാണ് കുഴപ്പം ചെയ്തത്. അപ്പൊ ഇയാള് കുട്ടിക്കാലത്ത് നാമം ജപിച്ചവനാണെങ്കിലും വേണ്ട തരത്തിലല്ല നാമം ജപിച്ചതെന്ന് ഉറപ്പായി. കണ്ണ്, മൂക്ക, നാക്കത്തൊക്കെ ചെവി, മനസ്സ്, ഇതിന് ഇത്രയും അടക്കണ്ടേ? പഞ്ചേന്ദ്രിയങ്ങളെ അടക്കണം. കണ്ണും മൂക്കും നാക്കും തുപ്പും ഒക്കെ അടക്കണം. അവരാണ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്ന മനസ്സിനെ വേണ്ടാത്തടത്ത് പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർ അവരാ. കണ്ണും മൂക്കും നാക്കും ഒക്കെയാണ്. അതുകൊണ്ട് ആദ്യം എന്താ വേണ്ടേ? ഈശ്വരനാമം ജപിക്കുന്നവര് ആദ്യം വേണ്ടത് ഇന്ദ്രിയങ്ങളെ
നിയന്ത്രിക്കണം. ഇന്ദ്രിയ നിഗ്രഹം അത് സാധിക്കണം. എന്നിട്ട് അതിലൂടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വേണം നാമം ജപിക്കാൻ. അല്ലാതെ നാമം ജപിക്കുമ്പോ കണ്ണിന്റെ വഴിക്ക് പോയി, ചെവിയുടെ വഴിക്കും പോയി, മൂക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണപ്പിക്കാൻ മൂക്കും പോയി, അങ്ങനെയായാൽ മനസ്സും ആ വഴിക്കൊക്കെ പോകും. ഇവരൊക്കെ പോകുന്നിടത്തോട് മനസ്സിനെ കൊണ്ടുപോകും. ഭഗവാനിനടുത്ത് ചേർന്ന മനസ്സിനെ വേണ്ടാത്ത വഴിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ആദ്യം തന്നെ ഇന്ദ്രിയ നിഗ്രഹം സാധിക്കണം. അത് ഈ യോഗമാർഗമാണ്. ഇന്നലെ പറഞ്ഞ ഈ പ്രാണായാമം, അവതാരം പ്രാണായാമം, അതേമാതിരി ഒരു യോഗമാർഗമാണ് ഇന്ദ്രിയങ്ങളെ അടക്കുക. അഷ്ടാംഗ യോഗം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. പ്രത്യാഹാരം എന്ന് പറയുന്നത് ഇതാണ്, ഇന്ദ്രിയങ്ങളെ അടക്കുക, ഇന്ദ്രിയ നിഗ്രഹം. അപ്പൊ മോക്ഷം വേണമെന്നാണ് എല്ലാവരും ആഗ്രഹമെങ്കിൽ ഈശ്വരനാമം ജപിക്കണം. ഈശ്വരനാമം ജപിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തിക്കൊണ്ട് വേണം നാമം ജപിക്കാൻ എന്നുകൂടി അവിടെ പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ അജാമലന്റെ അവസ്ഥയുണ്ടാവും. അമ്പലത്തിലേക്ക് പോകുന്ന ആള് വേറെ വഴിക്ക് പോകേണ്ടി വരും. അതുമായിട്ട് തെറ്റിപ്പോയി. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ കാലിന്റെ പിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ നാമം ജപിച്ചാൽ മതി. അതിനാദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും. അത് കഴിഞ്ഞപ്പോ അജാമിളന്റെ കഥ പറഞ്ഞപ്പോ പിന്നെ കേട്ടത് വൃത്രാസുരന്റെ കഥയാണ്. വൃത്രാസുരൻ എന്ന് പറയുമ്പോ 12 ആദിത്യന്മാര് എന്ന് പറഞ്ഞാൽ 12 സൂര്യന്മാരെന്നാണ് അർത്ഥം, വാക്കിന്റെ അർത്ഥം. അപ്പൊ സൂര്യൻ 12 എണ്ണമുണ്ട്. സൂര്യനാകപ്പാടെ ഒരാളല്ലേ ഉള്ളൂ. പക്ഷെ സൂര്യന് 12 പേരിൽ അറിയപ്പെടും. സൂര്യൻ 12 പേരുണ്ട്. ഇപ്പൊ രാമായണ മാസമാണ്. രാമായണം വായിക്കുമ്പോ അവിടെ ഈ രാവണവധത്തിന് മുമ്പ് അഗസ്ത്യൻ ആദിത്യ ഹൃദയ മന്ത്രമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്തിന് മുമ്പ് സൂര്യന്റെ കുറേ പേരുകൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ 12 പേര് എന്ന് പറയാൻ കാരണം സൂര്യൻ ഇങ്ങനെ കറങ്ങുകയല്ലേ. അപ്പൊ സൂര്യൻ കറങ്ങുമ്പോ 12 രാശികളുണ്ട് ഇവിടെ. ഈ 12 രാശികളിലും സൂര്യൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു രാശി ചെല്ലുമ്പോൾ സൂര്യന് ഒരു പേര്, സൂര്യന്റെ കൂട്ടത്തിലുള്ളവർക്ക് ഒരു പേര്, പ്രത്യേക പേരുകൾ. അടുത്ത രാശിയിൽ ചെന്നാൽ ഈ പേരൊക്കെ മാറി വേറെ പേരാവും. അങ്ങനെ 12 പേരുണ്ട്. അതില് 12 അപ്പൊ 12 ആദിത്യന്മാരിൽ ഒരു പേരാണ് ത്വഷ്ട്വാവ്. ദേവനാണ് ത്വഷ്ട്വാവ്. 12 ആദിത്യന്മാരിൽ ഒരാള് ത്വഷ്ട്വാവ് ദേവനാണ്. പക്ഷേ ഇപ്പൊ ദേവന്മാർ ഇയാളെ പുറന്തള്ളിക്കളഞ്ഞ അവരുടെ കൂട്ടത്തിൽ നിന്ന് തള്ളി. എന്താ കാരണം? ദേവനായിരിക്കുന്ന ത്വഷ്ട്വാവ് ഒരു കല്യാണം കഴിച്ചതാണ് കുഴപ്പം. ഇയാള് വിവാഹം കഴിച്ചത് ആരെയാ? വർഗശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണിനെ. ദേവനായ ത്വഷ്ട്വാവ് വിവാഹം കഴിച്ചത് ഒരു അസുര സ്ത്രീയെ, രചന എന്ന് പറയുന്ന ഒരു അസുര സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ ദേവന്മാർ ഇയാളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് തള്ളിക്കളാം. ആ ത്വഷ്ട്വാവിന് രചന എന്ന് പറയുന്ന അസുര സ്ത്രീയിൽ ഒരു മകനുണ്ടായി. അയാളുടെ പേരാണ് വിശ്വരൂപൻ. ഈ വിശ്വരൂപനെ സംബന്ധിച്ചിടത്തോളം കഥ പറയുമ്പോൾ ഇങ്ങർക്ക് 3 തലകളുണ്ടെന്ന് പറയും. വിശ്വരൂപന് 3 തലയാണ്. ഇവിടെ 3 തലാന്ത് കഥ പറഞ്ഞതാണ്. അപ്പൊ ആ കഥയിൽ പറയും ഒരു തല കൊണ്ട് അല്ലെങ്കിൽ ഒരു മുഖം, ആ മുഖം കൊണ്ട് വിശക്കുമ്പോ ഇയാള് ആഹാരം കഴിക്കും. വിശക്കുമ്പോ ആഹാരം കഴിക്കുക. ഈ വിശക്കുമ്പോ ആഹാരം കഴിക്കുക എന്നുള്ളത് ആരുടെ സ്വഭാവമാണ്? ഇപ്പൊ വിശപ്പ് വന്നാൽ ഒന്നുകിൽ ആഹാരം ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ആഹാരം എടുത്ത് കഴിക്കാം. അതല്ല എങ്കിൽ അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മേടിക്കാം. ഇതാരുടെ സ്വഭാവം? മനുഷ്യന്മാരുടെ ഒരു ഗുണമായിട്ട്. മൃഗങ്ങൾക്ക് വിശപ്പുണ്ട്, പക്ഷെ മൃഗത്തിന് ആഹാരം ഇരിക്കുന്നിടത്ത് പോയി വിളമ്പി കഴിക്കാനോ ആരുടെ ചോദിച്ചു മേടിക്കാനോ പറ്റും. നമ്മൾ കൊടുത്താലല്ലേ അവർക്ക് കിട്ടൂ. വൃക്ഷങ്ങൾക്കും അങ്ങനെയാണ്. പക്ഷേ മനുഷ്യന്മാർക്കൊരു ഗുണമുള്ളത് ഇരിക്കുന്നിടത്ത് പോയി എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ ചോദിച്ചു മേടിക്കാം. അതിപ്പോ മനുഷ്യ ഗുണം അത് ഇയാൾക്കുണ്ട്.
രണ്ടാമത്തെ മുഖം, അപ്പൊ ഒരു മുഖം കൊണ്ട് ആഹാരം കഴിക്കുമ്പോ തന്നെ രണ്ടാമത്തെ മുഖം കൊണ്ട് ഇയാൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? മദ്യം സേവിക്കും. ഒരേ സമയത്താ. അപ്പൊ ഒരേ സമയത്ത് ഒരു മുഖം കൊണ്ട് ആഹാരം കഴിക്കും, മറ്റേ മുഖം കൊണ്ട് മദ്യം സേവിക്കും. ഇനി മൂന്നാമത്തെ തല കൊണ്ട് വേദം ജപിക്കും. ഇതെല്ലാം ഒറ്റ സമയം. അല്ലാതെ ആഹാരം കഴിച്ചിട്ട് മദ്യം സേവിക്കുക, അത് കഴിഞ്ഞിട്ട് അതല്ല. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളെ ഒരേ സമയത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, കർഷകർ ആഹാരം കഴിക്കുക ഒരു മുഖം കൊണ്ട്, അത് മനുഷ്യഗുണം. രണ്ടാമത്തെ തല മുഖം കൊണ്ട് ഇയാൾ മദ്യം സേവിക്കും. മദ്യസേവ എന്ന് പറഞ്ഞാൽ അത് ആരുടെ സ്വഭാവം? മനുഷ്യന്മാരുടെ സ്വഭാവമാണോ? അല്ല, അത് അസുരന്മാരുടെ സ്വഭാവം. അറിയാറുണ്ട്. മൂന്നാമത്തെ മുഖം കൊണ്ട് വേദം ജപിക്കും. വേദം ജപിക്കുന്ന ആരാ? അല്ല, വേദം എന്ന് ദേവന്മാരുടെ ശക്തി വേദമാണ്. ദേവന്മാരുടെ ബലം എന്ന് പറഞ്ഞാൽ വേദമാണ്. അപ്പൊ അത് ദേവഗുണം. അപ്പൊ ഈ പറഞ്ഞ വിഷയത്തിന് 3 തലയുണ്ടെന്ന് കഥ പറഞ്ഞാൽ ഈ 3 സ്വഭാവങ്ങളും ഇയാളിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ദേവഗുണവും ഉണ്ട്, അസുര ഗുണവും ഉണ്ട്, മനുഷ്യഗുണവും ഉണ്ട്. ഇത് 3 നിറഞ്ഞ ആളാ വിശ്വരൂപൻ. അപ്പൊ അങ്ങനെ ദ്രഷ്ടാവ് മകനെ വളർത്തിക്കൊണ്ട് വന്നു. അപ്പൊ ഇവിടെ ദേവകൊട്ടാരം, ദേവേന്ദ്രന്റെ കൊട്ടാരം അമരാവതി, അവിടെ ഒരു കുഴപ്പം പറ്റി. ദേവന്മാരുടെ ഗുരുവായിട്ടുള്ള ബൃഹസ്പതി അദ്ദേഹം ദേവേന്ദ്രന്റെ കൊട്ടാരത്തിലോട്ട് കയറി വന്നു. ഗുരുനാഥൻ കയറി വന്നു. അല്ല, ഗുരു കയറി നമ്മുടെ ഒരു ഗുരു നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ കസേരയിലേക്ക് ഇരിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, പണ്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചത് ആയിക്കോട്ടെ. ഇപ്പൊ ഈ കസേര ഇരിക്കുന്നത് നമുക്ക് 70 വയസ്സുണ്ട്. പണ്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനും ആയിക്കോട്ടെ, അയാൾ കയറി വന്നിട്ട് നമ്മൾ എഴുന്നേക്കത്തില്ലേ? ഇത്രയും ആദരവ് കിട്ടുന്ന ഒരു വർഗം വേറെയില്ല. വേറെ ഏത് ജോലി ആയാലും ഇത്രയും ഒരു ആദരവ് ആരും തരികയില്ല. ആ ജോലിയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ബഹുമാനിക്കും. SI ആണ്, സർക്കിളാണ്, DSP എന്നൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ബഹുമാനമൊക്കെ. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? റിട്ടയർഡ് ആയാൽ പോയി, പിന്നെ ഒരു ബഹുമാനവും ഇല്ല. അതേ സമയത്ത് എത്ര പ്രായമായാലും ആരും ആദരിക്കുന്ന ഒരു ഔദ്യോഗിക വൃത്തി എന്ന് പറയുന്നത് ഈ അധ്യാപക വൃത്തിയാണ്. ഗുരുക്കന്മാര് അവരെവിടെ ചെന്നാലും അവർക്കൊരു ആദരവുണ്ട്. പക്ഷേ ദേവന്മാരുടെ ഗുരുവായിരിക്കുന്ന ബൃഹസ്പതി ശിഷ്യനായ ദേവേന്ദ്രന്റെ കൊട്ടാരത്തിലോട്ട് കയറി വന്നപ്പോ ദേവേന്ദ്രൻ തന്റെ കസേരയിൽ ഇരിക്കുക. കണ്ട ഭാവം നടിച്ചില്ല, എഴുന്നേറ്റുമില്ല. അവ ഗുരുവിന് കോപമുണ്ടായി. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ യവന്മാരുടെ ഗുരുവായിട്ട് എന്നെ ഒരു ബഹുമാനവും ഇല്ല, എന്തിനാ ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് ബൃഹസ്പതി അങ്ങ് മറഞ്ഞുപോയി. എങ്ങോട്ട് പോയി ആരും അറിയില്ല. ഈ ബൃഹസ്പതി എന്ന് പറയുന്ന ദേവഗുരുവിന് ഒരുപാട് പേരുകളുണ്ട്. ഗുരു എന്ന് വിളിക്കും. ഗുരു വെറുതെ ഗുരു എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഗുരുവാണ്. അസുരന്മാരുടെ ഗുരുവിനെ അസുര ഗുരു എന്ന് വിളിക്കാം. ശുക്രാചാര്യ. അപ്പൊ ഇവിടെ ഗുരു എന്ന് പറഞ്ഞാൽ ദേവഗുരുവാണ്, ബൃഹസ്പതിയാണ്. ജീവൻ, അങ്ങനെ ഒരു പേരുണ്ട് ബൃഹസ്പതിക്ക്. ജീവൻ, വ്യാഴം, ഇതൊക്കെ ദേവഗുരുവിന്റെ പേരാണ്. അപ്പൊ ദേവഗുരു ഇപ്പൊ എങ്ങോട്ടാന്ന് അറിഞ്ഞില്ല, മറന്നുപോയി. ഗുരു മറഞ്ഞതോടുകൂടി ദേവന്മാർക്ക് ദുരിതങ്ങൾ വർദ്ധിച്ചു. ദേവന്മാർക്ക് ദുരിതങ്ങൾ അങ്ങനെ വരാറില്ല ഇപ്പൊ. പക്ഷേ ദേവലോകത്തൊക്കെ എല്ലാവർക്കും ദുരിതങ്ങളായി. നമ്മുടെ കുടുംബത്തിൽ എന്നും ദുരിതങ്ങളാണ്, എന്നും ദുരിതങ്ങൾ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ദുരിതങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലാണ് ഈ ദുരിതം വർദ്ധിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം എങ്ങോട്ട് പോകുന്നറിയാം? എവിടെ പോകും? ഇത്രയും നാളെ ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ ജീവിച്ചു. പക്ഷെ ഇപ്പൊ കുറെ കാലം കൊണ്ട് കുഴപ്പങ്ങളാണ്. ഒരാൾ അസുഖം കൊണ്ട് തീരണ്ട, അടുത്താളുടെ അസുഖങ്ങള്, അങ്ങനെ ആകെ ദുരിതങ്ങൾ. ആദ്യം എവിടെ പോകുന്നറിയാം? ആ നല്ല ജ്യോത്സ്യൻ എവിടെ ഉണ്ടോ തിരക്കും. ആദ്യം നമ്മളെങ്ങനെ ചെയ്യുന്നത്? നല്ല ജ്യോത്സ്യനെ കണ്ടുപിടിക്കും, അവിടെ ചെല്ലും. ദുരിതങ്ങളാ. എന്താ കാരണം? ജ്യോത്സ്യർക്ക് അവിടെ വെച്ച് നോക്കിയിട്ട് പറയും, കുഴപ്പമാണല്ലോ. എന്താ കുഴപ്പം? നിങ്ങൾക്ക് വ്യാഴം മറഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറയും.
വ്യാഴം പറഞ്ഞു പോയി. വ്യാഴം പറഞ്ഞാൽ വ്യാഴം ദേവഗുരുവാണെങ്കിലും ഈ വ്യാഴത്തിന്റെ ദേവതയാരാ? മഹാവിഷ്ണു ഭഗവാൻ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ഈശ്വരാനുഗ്രഹം ഇല്ല. അതാണ് ദുരിതങ്ങൾ എന്ന് പറയും. വ്യാഴം മറഞ്ഞാൽ ദുരിതങ്ങളാണ്. ഇപ്പൊ ദേവഗുരു വ്യാഴം മറഞ്ഞപ്പോ ദേവന്മാർക്ക് ദുരിതമായി. എല്ലാവരും കൂടെ പോയി വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ ചെന്ന് കണ്ടു പറഞ്ഞു, ഭഗവാനെ ഗുരുവിനെ കാണാനില്ല, ദുരിതങ്ങളാണ്. ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ അന്വേഷിച്ചോ? പിന്നെ എവിടെല്ലാം തിരക്കി, എങ്ങോട്ട് പോയി നിനക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഗുരുവില്ലാതെ ജീവിക്കാനും ബുദ്ധിമുട്ടാ, ഗുരു വേണം. അപ്പൊ അതിനിപ്പോ എന്താ വഴി? സംസ്ഥാനത്ത് തന്നെ ചേർത്തല മാർക്കറ്റ് ജോലിയാണെന്ന് പറഞ്ഞു. ആസാംകാരനാണ്, ചേർത്തല മാർക്കറ്റ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ഇവര് പലയിടത്തും അന്വേഷിച്ച് പോയിട്ട് ഗുരുവിനെ കിട്ടിയില്ല. വീണ്ടും ഭഗവാന്റെ അടുത്ത് വന്ന്, ഭഗവാനെ ഞങ്ങൾ തിരക്കാവുന്നതിന്റെ പരമാവധിയൊക്കെ തിരക്കി, ഒരു രക്ഷയില്ല. ഇപ്പൊ എന്ത് ചെയ്യും? നമുക്കിപ്പോ ടെമ്പററി ആയിട്ടൊരു ഗുരുവിനെ വെച്ചാലോ? അല്ല, മറ്റേതൊക്കെ എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞേ. അല്ല, വരുന്നത് വരേക്ക് നമുക്കൊരു ഗുരു വേണം, ഒരു താൽക്കാലികമായിട്ടൊരു ഗുരുവിനെ വേണം. അതിനവരെ പലയിടത്തും തിരക്കിയിട്ടും അങ്ങനെ ഒരാളിനെ പോലും കിട്ടുന്നില്ല. അവസാനം ഭഗവാൻ നിർദ്ദേശിച്ചു, ഒരിടത്തൊരാളുണ്ട്, കൊള്ളാം, നമുക്ക് ഗുരുവായിട്ട് നിയമിക്കാൻ പറ്റിയ ആളാ, അതിനുള്ള യോഗ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ അയാളെ കിട്ടുമോ എന്നുള്ളതാണ് സംശയം. അപ്പൊ ദേവന്മാര് പറഞ്ഞല്ല, ഞങ്ങൾ എന്തെല്ലാം ആളുടെ കാല് വേണമെങ്കിൽ പിടിക്കാൻ തയ്യാറാ, ഞങ്ങൾ പോകാം. എവിടെയാ? അപ്പൊ ഭഗവാൻ പറഞ്ഞത്, ആ ത്വഷ്ടാവെന്ന് പറഞ്ഞ ആള് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ. പക്ഷെ നമ്മൾ അയാളെ പുറന്തള്ളി കളഞ്ഞിരിക്കുക. കാരണം എന്താ? ഒരു അസുര പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് അയാളെ നമ്മൾ ഉപേക്ഷിച്ചു. പക്ഷേ ആ ത്വഷ്ടാവിനൊരു മകനുണ്ട്, വിശ്വരൂപൻ. കഴിവുള്ള യോഗ്യനാണ്. നമ്മള് അയാളെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞത് കൊണ്ട് ഇനി അയാളുടെ മോനെ നമുക്ക് ഗുരുവായിട്ട് നടക്കുമെന്ന് അങ്ങനെ തരുമോ? അപ്പൊ ദേവന്മാര് പറഞ്ഞു, ഞങ്ങൾ അയാളുടെ കാലെ പിടിക്കാം, എന്ത് വേണം ചെയ്യാം, ഞങ്ങൾ പോവാം. അങ്ങനെ ദേവന്മാര് ത്വഷ്ടാവ് ചോദിച്ചാൽ, നിങ്ങളെന്താ ഇങ്ങോട്ട് വരാൻ കാരണം? നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കളയല്ലേ, നിങ്ങളുടെ ഒരു കാര്യത്തിൽ എന്നെ ഉൾപ്പെടുത്താറൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ നിങ്ങൾ ദേവന്മാർ ഇങ്ങോട്ട് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് അങ്ങയെ തള്ളിക്കളയേണ്ടി വന്നു. അത് അന്നത്തെ സാഹചര്യം കൊണ്ടൊക്കെയാണ്. അതൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. ഇപ്പൊ നമുക്ക് ആകെപ്പാട് കുഴപ്പങ്ങളാണ്, ആ ഗുരുവിനെ കാണാനുമില്ല. അതുകൊണ്ടിപ്പോ അങ്ങയുടെ മകനെ വിശ്വരൂപനെ ഗുരുവായിട്ട് ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞപ്പോ ആദ്യം അതിന് തയ്യാറായില്ല ത്വഷ്ടാവ്. തന്റെ മകനെ ഞാൻ ഈ പണിക്ക് വിടത്തില്ലെന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഗുരുവായിട്ട് വിടണം എന്ന്. ഗുരു തന്നെ പുരോഹിതനാണ്. അപ്പൊ നിങ്ങള് ദേവന്മാരുടെ പുരോഹിതരായിട്ട് എന്റെ മകനെ വേണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. ഈ പുരോഹിത വർഗത്തിന്റെ പണി ശരിയല്ല. പുരോഹിതന്മാര്, ഇപ്പൊ നമുക്ക് പുരോഹിതന്മാരുണ്ട്. ആരാ നമ്മുടെ പുരോഹിതന്മാര്? ക്ഷേത്രത്തിലെ തിരുവേനിമാര് നമ്മുടെ പുരോഹിത വർഗമാണ്. അപ്പോ ഈ പുരോഹിതന്മാരുടെ പണി ശരിയല്ല എന്താ ത്വഷ്ടാവ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയോ? ഇപ്പൊ തിരുവേനിമാരെ കൊണ്ട് നമുക്കെന്താ പ്രയോജനം? നമ്മളിപ്പോ ദുരിതങ്ങൾ വർദ്ധിച്ചപ്പോ ജ്യോത്സ്യരെടുത്ത് പോയി. ജ്യോത്സ്യരെ ഒരു ചാർട്ട് എഴുതി തന്ന്, നിങ്ങളുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം, ഒരു മൃത്യുഞ്ജയ ഹോമം, ഒരു ഭഗവതി സേവ ഒരു വർഷം നടത്തുന്നു, നിങ്ങളുടെ ദുരിതങ്ങൾ കുറയും. നമ്മളിവിടെ വന്ന് രാജേഷ് തിരുവേനിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരുവേനിയെ കണ്ട് ചാർട്ട് അങ്ങോട്ട് കൊടുത്ത്, തിരുവേനി പറഞ്ഞേ ഞങ്ങളുടെ വീട്ടിലേ ഇങ്ങനെ ചെയ്തു തരണം. എന്നിട്ടെന്താ ചെയ്തു തരാം. അപ്പൊ തിരുവേനി വന്നു, ഈ പൂജകളൊക്കെ ചെയ്തു, ജ്യോത്സ്യര് പറഞ്ഞ തരത്തിൽ ചെയ്തു. വീണ്ടും നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് ജ്യോത്സ്യരെടുത്ത് പോയി. എന്താ ജ്യോത്സ്യരെ, ദുരിതത്തിന് വല്ല? പിന്നെ ഒരുപാട് മാറ്റമായി, നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ തീർന്നു. അപ്പൊ അതുവരെ നമുക്കുണ്ടായിരുന്ന ദുരിതങ്ങൾ ഇപ്പൊ എവിടെ പോയി? അത് അത്രയും കാലം ദുരിതങ്ങൾ ഉണ്ടായിരുന്നവരാണ് നമ്മൾ. ഈ ദുരിതം ഇപ്പൊ എവിടെ പോയി? ഓരോ പൂജ കഴിയുമ്പോഴും വെറ്റയും പാക്കും വെച്ച് തിരുമേനിക്ക് നമ്മൾ ദക്ഷിണ കൊടുക്കും.
ഈ ദക്ഷിണയിലൂടെ നമ്മുടെ ദുരിതങ്ങൾ അങ്ങോട്ട് പോയി. എങ്ങോട്ട് പോയി? മേടിച്ചല്ലേ. ആരാ മേടിച്ച? തിരുമേനി. ഈ ദുരിതം, നമ്മുടെ ദുരിതം ഇപ്പൊ എവിടെ എത്തി? തിരുമേനി മേടിച്ചോണ്ട് പോയി. ഇനി ഈ ദുരിതം ആരനുഭവിക്കണം? മേടിച്ചോണ്ട് പോയാൽ അനുഭവിച്ചോ? തിരുമേനിമാർ അനുഭവിക്കണം. ചില ജ്യോത്സ്യന്മാര് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെയാ. നിങ്ങളുടെ നാട് പുണർന്നുമല്ലേ, ഒരു കാര്യം ചെയ്യും, എല്ലാ മാസത്തിനും പുണർത്തിന് ആരെങ്കിലും ഒരാളെ വിളിച്ച് വീട്ടിൽ ഇരുത്തി ഭാഗവതം വായിപ്പിക്കും. ഓ, എന്നെ വായിക്കാൻ വന്ന് വിളിച്ചോണ്ട് പോയി. ഞാൻ ഒരു മാസം വായിച്ചു. ഇവര് ജ്യോത്സ്യരെ കാണാൻ ചെന്ന് ജ്യോത്സ്യര് പറഞ്ഞ പോലെ മാസം നാളിൽ ഞങ്ങളുടെ വീട്ടിൽ ഭാഗവതം വായനയുണ്ട്, വായിച്ചു കഴിഞ്ഞു. എന്നാലും ഒന്ന് നോക്കിയാട്ട് എന്തെങ്കിലും. ജ്യോത്സ്യര് നോക്കിയപ്പോൾ അപ്പൊ കുഴപ്പമില്ല, ഈശ്വരാനുഗ്രഹം ഉണ്ട് കേട്ടോ, വ്യാഴം തെളിഞ്ഞിരിക്കുക, കുഴപ്പമൊന്നുമില്ല. അത്രയും കാലം ആ കുടുംബത്തിനുണ്ടായിരുന്ന ദുരിതം ആര് കൊണ്ടുപോയി? ഓരോ ദിവസം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ദക്ഷിണ തരും, ഞാൻ മേടിച്ചോണ്ട് പോയി. ഈ ദുരിതമാണ് ദക്ഷിണയിലൂടെ പോകുന്നത്. അത് ഞാൻ അനുഭവിക്കണ്ടേ? അപ്പോ ശരിക്ക് പറഞ്ഞാൽ ഈ പുരോഹിത വർഗ ഈ ആചാര്യന്മാരായാലും തിരുമേനിമാരായാലും ഈ ദക്ഷിണ മേടിച്ച് ഇതെല്ലാം അനുഭവിച്ച് തീർത്തോണം. അതുകൊണ്ട് ദക്ഷിണ മേടിക്കണ്ട, ഞാൻ ജീവിക്കണ്ട, പിന്നെ ദക്ഷിണ വേണ്ട. ദക്ഷിണ മേടിക്കേണ്ടത് ദക്ഷിണ ആചാര്യന്മാർ പറഞ്ഞ് നിങ്ങൾ മേടിച്ചോ, പക്ഷേ അതിലൊരംശം നിങ്ങൾ ദാനം ചെയ്തിരിക്കണം. അതുകൊണ്ട് ഈ ദുരിതം മുഴുവൻ തീരുമെന്ന് വിചാരിക്കണ്ട. കണ്ണി കൊള്ളേണ്ടത് പിരിയത്ത് കൊണ്ട് പോകുന്നില്ല, എന്നാലും അനുഭവിച്ചേ പറ്റുള്ളൂ. എന്നാലും കണ്ടില്ല, അവര് ചെറിയ ശമനം ദാനം ചെയ്യണം. ഇന്നത്തെ കാലത്ത് ആർക്ക് ദാനം കൊടുക്കാന്? ഈ ദാനം മേടിക്കുന്നവർക്ക് തൃപ്തിയുണ്ടോ? 100 രൂപ എടുത്താൽ പറയുമ്പോൾ പിന്നെ 100 രൂപ തന്നെ എന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നും പ്രയോജനമൊന്നുമില്ല. ഇത് ദാനം മേടിക്കത്തക്ക തരത്തിലുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സപ്താഹമൊക്കെ കഴിയുമ്പോൾ ഒരു ദിവസം ഓച്ചറ അമ്പലത്തിൽ പോകും. ഓച്ചറ അമ്പലത്തിൽ പോയി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കും. അന്നദാന ഭണ്ഡാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇടും. അങ്ങനെയൊക്കെ കുറേയൊക്കെ തീർക്കും, ബാക്കിയൊക്കെ അനുഭവിച്ച് തീർക്കണം. അപ്പൊ ഇതറിയാവുന്നതുകൊണ്ട് ദുഷ്ടാവ് പറഞ്ഞ് എന്റെ പോലെ ഞാൻ ഈ പണിക്ക് പെടത്തില്ലെന്ന്. അപ്പൊ ദേവന്മാർക്ക് എന്തായാലും ഗുരു വേണമല്ലോ. അവരിയാളെ കാര്യം തടവാൻ തുടങ്ങി. അപ്പൊ എന്തോ പറഞ്ഞാലും ശരി, ഇവര് ദേവന്മാര് ദുഷ്ടാവിനെ ഉപേക്ഷിച്ചതാണെങ്കിലും ആർക്കായാലും ഈ വർഗം ഗുണം ഉണ്ടാവുമല്ലോ. അവരുപേക്ഷിച്ചു, എന്നാലും എല്ലാവർക്കും ഉള്ളതാ. അവരവന്റെ വർഗത്തോടെന്നാലും അവരുപേക്ഷിച്ചാലും ഒരു പ്രത്യേക സ്നേഹം ഒരു ഭാഗത്ത് കിടക്കും. ഇതിപ്പോ കാലിൽ തടവാനൊക്കെ തുടങ്ങിയപ്പോ ദുഷ്ടാവിന്റെ മനസ്സങ്ങലിയും. ഞാനും എന്തായാലും ദേവന്മാരുടെ വർഗത്തിൽ പെട്ടതാണല്ലോ. അപ്പോ ദേവന്മാർക്കല്ലേ ഇപ്പൊ കുഴപ്പം. തീരുന്നെങ്കിൽ തീരട്ടെ, ഇനിയിപ്പോ എന്തായാലും മോനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ദുഷ്ടാവ് തന്റെ മകൻ വിശ്വരൂപനെ ദേവഗുരുവായിട്ട് വിട്ടുകൊടുത്തു. ദേവന്മാർക്ക് സന്തോഷവുമായി. അവിടെ കൊണ്ടുപോയിട്ട് ദേവേന്ദ്രൻ ഇദ്ദേഹത്തിനെ ഗുരുവായിട്ട് അങ്ങ് നിയമിച്ചു കഴിഞ്ഞപ്പോ ആദ്യം തന്നെ ദേവേന്ദ്രൻ വന്ന് ഗുരുവിനോട് പറയുന്നത് അസുരന്മാരുടെ ശക്തി കുറയണം, ആദ്യത്തെ ആഗ്രഹമാണ്. രണ്ടാമത്തേത് ദേവന്മാരുടെ ശക്തി വർദ്ധിക്കണം, അത് രണ്ടാമത്തെ കാര്യം. അതിന് പറ്റിയ പൂജകളൊക്കെ ചെയ്തോ. ആ ദേവേന്ദ്രനെ പിടിച്ചവിടെ ഇരുത്തി ഗുരു ആദ്യം തന്നെ ശ്രേഷ്ഠമായ നാരായണ കവചം മന്ത്രം ദേവേന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തു. ശത്രുഭയത്തിനൊക്കെ രക്ഷപ്പെടാൻ നാരായണ കവചം വളരെ ശ്രേഷ്ഠമാണ്. അതിനുശേഷം ഇദ്ദേഹം എന്തായാലും ഗുരുവല്ലേ, പൂജകളൊക്കെ ചെയ്യും. ഇതിന്റെ പൂജകളും ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ അവർഭാഗം ദേവന്മാർക്ക് കൊടുക്കും. അത് കിട്ടുന്നത് കൊണ്ട്, അത് സ്വീകരിക്കുന്നത് കൊണ്ട് ദേവന്മാരുടെ ശക്തി വർദ്ധിച്ചു വരും. പക്ഷെ കുറച്ചാളിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോ ദേവേന്ദ്രൻ ഒന്ന് ചിന്തിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി, ആദ്യത്തെ കാര്യം നടക്കുന്നില്ല. അല്ല, അസുരന്മാരുടെ ശക്തി കുറയണം, അതാണ് ആദ്യത്തെ കാര്യം. അതുമില്ല. ദേവന്മാരുടെ ശക്തി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അസുരന്മാരുടെ ശക്തി വർദ്ധിക്കുക. ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം? അസുരന്മാരുടെ ശക്തി കുറയണം, ദേവന്മാരുടെ ശക്തി വർദ്ധിക്കണം, അതിനാ പൂജ. പക്ഷെ ഇപ്പൊ രണ്ടു കൂട്ടർക്കും ഒരേമാതിരി ശക്തി വർദ്ധിച്ചു വരുന്നു. ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ദേവേന്ദ്രൻ കണ്ടുപിടിക്കാൻ വന്നു. ദേവേന്ദ്രൻ കണ്ടുപിടിച്ചത് എന്താ കാരണം? ഈ പൂജകൾ ഹോമങ്ങൾ ചെയ്യുമ്പോ ഈ വിശ്വരൂപൻ എന്ന് പറയുന്ന ഗുരു ഇതിന്റെ ഭാഗം ദേവന്മാർക്ക് കൊടുക്കുന്നു. അത് സ്വീകരിക്കുന്നത് കൊണ്ട് ദേവന്മാരുടെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ ദേവന്മാരറിയാതെ
ദേവന്മാര് കാണാതെ ഈ പൂജയുടെ ഒരു ഭാഗം ഈ ഗുരുവായ വിശ്വരൂപൻ പുറകോട്ട് കൊടുക്കും. അതാർക്ക? അസുരന്മാർക്ക്. അത് കിട്ടുന്നത് കൊണ്ട് അസുരന്മാരുടെ ശക്തി വർദ്ധിക്കുക. എടാ, ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ദേവന്മാർക്ക് കൊടുത്താൽ പോലെ, അസുരന്മാർക്ക് ഇത് കൊടുത്താൽ അവരുടെ ശക്തി വർദ്ധിക്കും. ഇയാളങ്ങനെയല്ല, ദേവന്മാർക്കും കൊടുക്കുന്നുണ്ട്, അവരറിയാതെ അസുരന്മാർക്കും കൊടുക്കും. ഇത് രണ്ടു കൊടുത്ത് ശക്തി വർദ്ധിക്കുക. എന്താ കാരണം? ദേവന്മാർക്ക് കൊടുക്കണം. കാരണം എന്താ? എൻ്റെ അച്ഛൻ്റെ ആൾക്കാര് ദേവന്മാര്, അവർക്ക് കൊടുക്കുമ്പോ അമ്മയുടെ ആൾക്കാരെ മറക്കുന്നത് ശരിയല്ലല്ലോ. ഇയാള് വിശ്വരൂപൻ എന്ന് പറഞ്ഞാൽ ത്വഷ്ടാവിന് രചന എന്ന് പറയുന്ന അസുര സ്ത്രീയിലുണ്ടായ മകനാണ്. അച്ഛൻ ത്വഷ്ടാവ് ദേവനാണ്, അമ്മ രചന അസുര സ്ത്രീയാണ്. അപ്പൊ അച്ഛൻ്റെ ആൾക്കാർക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അമ്മയുടെ ആൾക്കാർക്ക് കൂടെ കൊടുക്കണ്ടേ? അതറിഞ്ഞാൽ ദേവേന്ദ്രൻ കൊല്ലുമെന്നറിയാം. പക്ഷെ രഹസ്യമായിട്ട് ഇത് കൊടുത്തു. ഇത് ദേവേന്ദ്രൻ കണ്ടുപിടിച്ചു. അപ്പൊ ദേവേന്ദ്രൻ ചിന്തിച്ചു, കൊള്ളാം, എവനെ പോലുള്ള ഒരു ഗുരു ഉണ്ടെങ്കിൽ നന്നായി. ഒന്നും ചിന്തിക്കില്ല, രണ്ടാമതൊരു ചിന്ത ഇല്ലല്ലോ അവിടെ. ദേവേന്ദ്രനെ സംബന്ധിച്ച് അകത്തോട്ട് ഒരു വാളെടുത്തുകൊണ്ട് വന്നു, ഒരൊറ്റ വെട്ട. ആ വിശ്വരൂപൻ എന്ന് പറയുന്ന ഗുരുവിനെ കൊന്നുകളഞ്ഞു. ഇപ്പൊ ദേവേന്ദ്രൻ ചെയ്തത് രണ്ടാമത്തെ മഹാപാപം. മഹാപാപം എന്ന് മാത്രമല്ല, ഇവിടെ ബ്രഹ്മഹത്യാപാപമാണ് ചെയ്തത്. ആദ്യത്തെ ബ്രഹ്മഹത്യാപാപം ഏതായിരുന്നു? തന്റെ മുമ്പിലേക്ക് ഗുരുനാഥൻ കയറി വന്നപ്പോൾ ആദരിച്ചില്ല, ഗുരുനിന്ദയാണ് നടത്തിയത്. അത് ആദ്യത്തെ ബ്രഹ്മഹത്യ പാപം. ഇപ്പൊ രണ്ടാമത് താൽക്കാലികമായിട്ടാണെങ്കിലും വിശ്വരൂപൻ എന്ന് പറയുന്ന ഗുരു, ആ ഗുരുവിനെ വെട്ടിക്കൊന്നു കളഞ്ഞു. ഗുരുഹത്യ, രണ്ടാമത്തെ ബ്രഹ്മഹത്യാപാപം ചെയ്തു. എന്തായാലും അച്ഛനായ ത്വഷ്ടാവിതറിഞ്ഞു. അദ്ദേഹം ചിന്തിച്ചു, എടാ, എന്റെ മകൻ വിശ്വരൂപൻ എന്നോടൊപ്പം എന്റെ വീട്ടിൽ ജീവിച്ചവനല്ലേ. ഈ ദേവന്മാർ അവരുടെ കഷ്ടപ്പാട് വന്ന് ഇവിടെ കിടന്ന് പറഞ്ഞ് നിലവിളിച്ചു. എന്റെ മനസ്സിലും ഉണ്ടായതുകൊണ്ട് ഞാൻ എന്റെ മകനെ അവർക്ക് വിട്ടുകൊടുത്തു ഗുരുവായിട്ട്. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി? നിരപരാധിയായ എന്റെ മകനെ ആ ദേവേന്ദ്രൻ വെട്ടിക്കൊന്നു. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇതിന് ദേവേന്ദ്രനോട് പ്രതികാരം ചെയ്തേ പറ്റൂ എന്ന് ഈ പറയുന്ന ത്വഷ്ടാവ് ഓർമ്മിപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോ രാത്രിയില് തെക്കോട്ടും നോക്കി ഇരുന്നൊരു ഹോമം നടത്തിയില്ല. സാധാരണ നമ്മളങ്ങനെ ചെയ്യാറില്ലല്ലോ. കർമ്മസാക്ഷി സൂര്യനാണ്. സൂര്യനെ സാക്ഷി നിർത്തിയ സത്കർമ്മങ്ങൾ ചെയ്യും. സൂര്യൻ ഇല്ലാത്ത സമയത്ത് രാത്രി ഇരട്ടത്തി ചെയ്തതൊക്കെ വേണ്ടാത്ത പണികളാണ്. അപ്പൊ എന്തായാലും പ്രത്യേകിച്ച് തെക്കോട്ട് തിരിഞ്ഞിരുന്ന അങ്ങനെ പൂജകളൊന്നും നമുക്കില്ല. ഇവിടെ തെക്കോട്ട് നോക്കി ഒരു ഹോമം ചെയ്തപ്പോ ആ ഹോമകുണ്ടത്തിൽ അഗ്നി ആളിക്കത്തി. ആ അഗ്നി ആളിക്കത്തുമ്പോൾ ആ ഹോമകുണ്ടത്തിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒരാള് അഗ്നിയിലൂടെ എഴുന്നേറ്റ് പുറത്തേക്ക് വരിക ഹോമകുണ്ടത്തിന്ന്. എന്നിട്ട് ഈ ത്വഷ്ടാവിനെ അങ്ങ് നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, കിം കരണീയം? വിളിച്ചത് അച്ഛാന്നാണ്. കാര്യം അദ്ദേഹം ഹോമകുണ്ടത്തിലൂടെ സൃഷ്ടിച്ചെടുത്തു. ത്വഷ്ടാവ് സൃഷ്ടിച്ചെടുത്തു ഒരു പുത്രനെ. ആ പുത്രൻ പുറത്തേക്ക് ഹോമകുണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. അച്ഛനെ നമസ്കരിച്ചു. അച്ഛാ, എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, മോനെ ഒരു പേര് വിളിച്ചു, വൃത്ര. വൃത്രാസുരൻ, അതാണ് വൃത്രാസുരൻ, അഗ്നിയിലൂടെ ഉണ്ടായവൻ. ത്വഷ്ടാവിന്റെ ആഭിചാരകർമ്മത്തിലൂടെ അഗ്നിയിലൂടെ ഉണ്ടായവനാണ് വൃത്രാസുരൻ. നിന്റെ ജ്യേഷ്ഠനായിട്ട് വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. അവനെ ദേവന്മാരെ ഗുരുവായിട്ട് നിയമിച്ചു കൊണ്ടുപോയി. എന്തായാലും അവനെ വെട്ടിക്കൊന്നു കളഞ്ഞു ദേവേന്ദ്രൻ. ആ ഇന്ദ്രനോട് പ്രതികാരം ചെയ്യണം. അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. ഇനിയിപ്പോ ഓടി ദേവേന്ദ്രൻ നടത്തിയെന്നാണ് യുദ്ധത്തിന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ദേവേന്ദ്രനുമായിട്ടാണ് യുദ്ധം. അപ്പൊ അതിന് തക്കതായ ബലം ശക്തി സംഭരിക്കണം. അതിന് അത്യാവശ്യം നീ തപസ് ചെയ്തേ പറ്റും. അങ്ങനെ തപസ് ചെയ്ത് നീ ബലബലങ്ങൾ നേടിയെടുക്കണം. അങ്ങനെ വൃത്രാസുരൻ തപസ് ചെയ്യാൻ പോയി. ബലബലങ്ങളൊക്കെ നേടിയെടുത്തോണ്ട് വന്നു നേരെ അച്ഛന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങി
ദേവലോകത്ത് പോയി ദേവേന്ദ്രനെ യുദ്ധത്തിൽ വിളിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ യുദ്ധത്തിൽ വന്നു. വൃത്രാസുരനും ദേവേന്ദ്രനും തമ്മിൽ വളരെ ഗംഭീരമായ യുദ്ധം നടന്നു. അവസാനം വരുമ്പോ ദേവേന്ദ്രൻ തോറ്റുപോയി. തോറ്റു എന്ന് കണ്ടാൽ പിന്നെ അവിടെ നിൽക്കത്തില്ല, ദേവേന്ദ്രൻ ഓടിയങ്ങ് പോകും. ഇങ്ങനെ പല പ്രാവശ്യം യുദ്ധം ചെയ്തിട്ടും ദേവേന്ദ്രന് വൃത്രാസുരനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവസാനം ഗതിയില്ലാതെ വന്നപ്പോ ദേവന്മാരെല്ലാം കൂടെ ഓടി ഭഗവാൻ നിർത്തിയിരുന്നു. ഭഗവാനെ, ആ വൃത്രാസുരനെ തോൽപ്പിക്കാൻ ഒരു വഴിയില്ലല്ലോ, അവന്റെ ഉപദ്രവം കൊണ്ട് ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും ഭഗവാനെ ആ വൃത്രനെ ഒന്ന് തോൽപ്പിക്കണം. അതിപ്പോ എന്താ വേണ്ടത്? ഭഗവാൻ പറഞ്ഞ അങ്ങനെയൊന്നും അയാളെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. അയാൾ ബലബലം ഒക്കെ നേടിയെടുത്ത ആളല്ലേ, അയാളെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാൻ നിവർത്തിയില്ല. ഇനിയിപ്പോ അയാളെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. കാട്ടിൽ തപസ് ചെയ്യുന്ന ദധീചി എന്ന് പറയുന്ന മഹർഷി, ആ ദധീചി മഹർഷിയെ നിങ്ങൾ കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന്റെ നട്ടെല്ല് മേടിച്ചു കൊണ്ടുവരണം. ദധീചി മഹർഷിയുടെ അത് വിശ്വകർമാവിനെ കൊടുക്കണം. അങ്ങനെ വിശ്വകർമാവ് ആ ദധീചിയുടെ നട്ടെല്ല് കൊണ്ട് ഒരു വജ്രായുധം നിർമ്മിച്ച് ദേവേന്ദ്രന് തരും. ആ വജ്രായുധത്തിൽ എന്റെ സാന്നിധ്യം എന്നും നിറഞ്ഞിരിക്കും, മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം. ആ വജ്രായുധം കൊണ്ടല്ലാതെ ഇവനെ കൊല്ലാൻ നിവർത്തിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദേവന്മാര് കാട്ടിലേക്ക് ഓടി. അവർ നിറഞ്ഞു എന്തായാലും തപസ് ചെയ്യുന്ന ദധീചി മഹർഷിയെ കണ്ടു. ദധീചി ഇവരെ കണ്ട എന്താ ദേവന്മാരെല്ലാം കൂടെ എന്റെ അടുത്തോട്ട് വരാൻ എന്താ കാരണം? എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ എങ്ങനെയെങ്കിലും ഭഗവാനിലേക്ക് പോകാൻ തപസ് ചെയ്യുന്ന ആളാ. അവ ദേവന്മാർ അങ്ങെ കൊണ്ട് ഞങ്ങൾക്കൊരു പ്രയോജനമുണ്ട്, ഒരു ഉപകാരം ചെയ്യണമെന്ന്. എന്തോ എന്നെ കൊണ്ട് എന്ത് ഉപകാരം? അങ്ങയുടെ നട്ടെല്ല് ഇങ്ങോട്ട് തരണം. ആ നട്ടെല്ല് കൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ പണിയുണ്ട്. നമ്മളോട് അങ്ങനെ വന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും നട്ടെല്ല്. അല്ല, നിങ്ങളുടെ നട്ടെല്ല് ഇങ്ങോട്ട് തരുമോ? എനിക്കതുകൊണ്ട് ചെറിയൊരു പണിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമോ? പിന്നെ വേറെ കാര്യമുള്ളത്, ഉണ്ടെങ്കിലല്ലേ കൊടുക്കൂ. ഇന്നത്തെ കാലത്ത് ഈ ഒരു വർഗത്തിന് അതില്ല. ഏത് വർഗത്തിനാ? ഹിന്ദു മനുഷ്യന്മാരുടെ കാര്യം പറയാം. ഹിന്ദു എന്ന് പറഞ്ഞ വർഗത്തിന് അതില്ല എന്നാ അങ്ങനെ പറയും, നട്ടലില്ലാത്ത വർഗം. അല്ല, അതുകൊണ്ടെന്താ? അതിന്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്. നട്ടലില്ലാതെ വന്നുകൊണ്ട് അങ്ങനെ ഒന്നുമല്ല. എനിക്ക് നട്ടലുണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഈ നട്ടലുള്ളത് കൊണ്ട് വല്ല ഗുണമുണ്ടോ? 2 മണിക്കൂർ ആസനം ഉറപ്പിച്ച് നട്ടലിന് ബലം കൊടുത്തിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതില്ല. നമുക്കെപ്പോഴും കസേര ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തറയിൽ ഇരുന്നാൽ കാലം അങ്ങോട്ട്, ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും നീക്കി കയ്യോട്ടോ ഇങ്ങനെ ഇരിക്കാനില്ല നമ്മളെ കൊണ്ട് പറ്റൂ. ഇപ്പൊ പറഞ്ഞ നട്ടലുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് ഗുണമില്ലാത്ത ഒരു വസ്തു അന്യന്മാർക്ക് എന്തോ ചെയ്യും? പ്രയോജനപ്പെടുമോ? അത് നമുക്ക് പ്രയോജനമില്ലാത്തൊരു വസ്തു ആർക്കും പ്രയോജനമില്ല. അവ ചുരുക്കത്തിൽ സമാധാനം, ആരും നമ്മുടെ നട്ടല് ഒഴിക്കാൻ വരികയില്ല. പക്ഷെ നമ്മുടെ നട്ടല് പോലെ അല്ല ദധീചി മഹർഷിയുടെ നട്ടല്. അദ്ദേഹം നേരത്തെ വിശ്വരൂപൻ ദേവേന്ദ്രന് ഉപദേശിച്ചു കൊടുത്ത ഈ പറഞ്ഞ നാരായണ കവചം മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ആളാണ് ദധീചി മഹർഷി. ആ നാരായണ കവചം മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ഒരുത്തന്റെ എല്ലുകൾക്ക് ശക്തി കൂടി വരും. അത് ജപിക്കാത്ത അല്ലെങ്കിൽ അത് കേൾക്കാത്ത നമ്മുടെ എല്ലുകൾ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും പൊടിഞ്ഞുകൊണ്ടിരിക്കും. നാരായണ കവചം മന്ത്രം ജപിക്കുന്നവന്റെ എല്ലിനൊക്കെ ശക്തി വർദ്ധിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെയുള്ള ദധീചിയുടെ നട്ടലിന്റെ ദേവന്മാര് ഇവിടെ ആവശ്യപ്പെട്ടപ്പോ ആ ദധീചി എന്ന് വെച്ചാൽ എന്റെ നട്ടല് കൊണ്ട് ദേവസമൂഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ, ഞാനിങ്ങനെ ഭഗവാനിലേക്ക് പോകാൻ തയ്യാറായിട്ട് ഇവിടെ തപസ് ചെയ്യുക. അദ്ദേഹം അവിടെ ഈശ്വര ധ്യാനം ചെയ്തു. ഭൗതികമായ ശരീരത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ ഭഗവാനിലേക്ക് പോയി. ഈ ശരീരത്തിൽ നിന്ന് നട്ടെല്ല് ഊരി എടുത്തോണ്ട് ദേവന്മാരിൽ പോയി. അത് വിശ്വകർമാവിന് കൊടുത്ത് വിശ്വകർമാവ് നല്ലൊരു വജ്രായുധം നിർമ്മിച്ചു. അത് ദേവേന്ദ്രന് കൊടുത്തു. ആ വജ്രായുധത്തിൽ മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ആ വജ്രായുധം കൈ കിട്ടിയപ്പോ ദേവേന്ദ്രൻ ഈ വൃത്രനുമായിട്ട് യുദ്ധം ചെയ്തു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പതിവ് പോലെ ദേവേന്ദ്രൻ തോറ്റുപോയി. വജ്രായുധമൊക്കെ കയ്യിലുണ്ട്, തോറ്റുപോയി. അപ്പോഴും വൃത്രാസുരൻ ജയിച്ചു.
ഇങ്ങനെ പല പ്രാവശ്യങ്ങളായി ഒരു ദിവസം യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ദേവേന്ദ്രൻ തോറ്റി. ദേവേന്ദ്രൻ ഓടുന്ന കണ്ടപ്പോ വൃത്രാസുരനെ വിളിച്ചു. ഓടുന്ന ദേവേന്ദ്രനെ വിളിക്കുക. ഇന്ദിര അവിടെ നിൽക്കുക, കുറച്ച് സംസാരിക്കാനുണ്ട്. അല്ല, ഇയാളിങ്ങനെ നമ്മുടെ തമ്മിൽ യുദ്ധം ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി? എന്നും ഇയാളിങ്ങനെ തോറ്റു പോകും. തോറ്റിങ്ങനെ ഓടുകയല്ലേ. ഇയാളിങ്ങനെ തോറ്റ് നീ ജീവിച്ചിരുന്നിട്ട് വല്ല ഗുണമുണ്ടോ? എവിടെ ചെന്നാലും തോറ്റിയാണ്. അങ്ങനെ തോറ്റ് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നീ ഒരു കാര്യം ചെയ്യും. നിന്റെ കയ്യിലിരിക്കുന്ന വജ്രായുധം, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വജ്രായുധം നിന്റെ കയ്യിലിരിക്കുന്നു. നീ ആ വജ്രായുധം കൊണ്ട് എന്നെ കൊല്ലേ, നിനക്ക് ജയിക്കാം. ഇനി അതല്ല, ഞാൻ നിന്നെ കൊല്ലാം. യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗത്തിൽ പോവാം. എന്തായാലും നീ വിഷമിക്കണ്ടല്ലോ. നീ ആ ഭഗവാന്റെ സാന്നിധ്യമുള്ള വജ്രായുധമല്ലേ. നീ എന്നെ കൊല്ലെന്ന് പറഞ്ഞപ്പോ അസുരനാണ് വൃത്രാസുരൻ. അതിൽ ഇത്രയും പറഞ്ഞപ്പോ പെട്ടെന്ന് ഇയാളുടെ ഉള്ളിൽ മഹാവിഷ്ണുവിന്റെ രൂപം തെളിയാൻ തുടങ്ങി. അസുരനായിട്ട് പോലും ആ രൂപം അങ്ങനെ തെളിയാൻ തുടങ്ങിയപ്പോൾ ഇയാൾ അവിടെ ഇരുന്നു. വൃത്രാസുരൻ അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാൻ തന്റെ ഉള്ളിൽ തെളിഞ്ഞ ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചു ജപിച്ചു, ഭഗവാനെ സ്തുതിച്ചു. അവസാനം ഇയാൾ പറയുന്നത് അഹം ഹരേ തവ പാദൈകമൂലദാസാരുദാസോ ഭവിദാസ്മി ഭൂയ. ആ വൃത്രാസുരൻ ഭഗവാനോട് പറയുക, ഭഗവാനെ ഞാൻ എത്രയോ കാലങ്ങളായി ഇങ്ങനെ കാത്തുകാത്തിരിക്കുക. എന്തിനാ? തവ പാദൈകമൂലദാസോസ്മി ഭവിദാസ്മി ഭൂയ. അങ്ങയുടെ പാദമൂലത്തിലൊക്കെ ലയിച്ച് ചേരണം. അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഭഗവാനെ. അസുരനായ വൃത്രാസുരൻ പ്രാർത്ഥിക്കുക, അങ്ങയുടെ പാദമൂലത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഞാനിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഭഗവാനെ. എനിക്ക് വേറെ ഒന്നും വേണ്ട. നവാരവേഷ്യം ന സാർവഭൗമത്വം. എനിക്ക് ചക്രവർത്തി ആവണമെന്നില്ല, സ്വർഗത്തിൽ പോകണമെന്നില്ല, എനിക്ക് പണം ഉണ്ടാക്കണമെന്നില്ല, എനിക്ക് വേറെ ഒരാഗ്രഹവും ഇല്ല. സാധാരണ ആൾക്കാർ പറയും ജനിമരണങ്ങൾ എനിക്കിത് വേണ്ടാന്ന്, എനിക്കിനി ജന്മവും മരണമൊന്നും വേണ്ടെന്ന് പറയും. ആ പുനർഭവം അതും എനിക്ക് ആഗ്രഹമില്ല, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് ആകെപ്പാടെ ഒരാഗ്രഹമുള്ളത് എങ്ങനെയെങ്കിലും ഭഗവാന്റെ പാദത്തിൽ ലയിച്ച് ചേരണം. അതിനായിട്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം എന്ന് വൃത്രാസുരൻ പ്രാർത്ഥിച്ചു. അതേമാതിരി ഏതെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഈ ദേവന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദേവൻ ഭഗവാനെ എനിക്ക് ഭഗവാനിലേക്ക് അങ്ങ് ലയിച്ച് ഭഗവാന്റെ പാദമൂലത്തിലേക്ക് ലയിച്ച് ചേരണം എന്ന് ഒരു ദേവനും ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മളാരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എനിക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ഭഗവാന്റെ പാദത്തിലേക്ക് അങ്ങ് ലയിച്ചാൽ മതി. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ആരെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ വേറെ ഇതെല്ലാം കാര്യങ്ങളാ. ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കണം, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ലോട്ടറി എടുത്താൽ അപ്പം ഞാൻ 2 എടുത്തു, അന്നേരം പ്രാർത്ഥിച്ചു എന്റെ ഭഗവാനെ എന്തെങ്കിലും കഴിക്കണേ, അല്ല നമ്മുടെ മോളെ കല്യാണം നടക്കണം, എനിക്ക് വീടുണ്ടാവണം. ഇതൊക്കെയാണ് ഭഗവാനോട് കണ്ടാൽ നമ്മൾ പറയുന്നത്. ഈ ദേവന്മാരും അതൊക്കെ തന്നെ. അവർക്കിപ്പോ എത്ര പ്രാവശ്യം ദേവന്മാർ ഭഗവാന്റെ അടുത്ത് ഓടി വന്നു. എന്താ കാര്യം? അവർക്ക് ദുരിതങ്ങൾ വരുമ്പോ ഓടി ഭഗവാന്റെ അടുത്ത് ചെല്ലും, ദുരിതത്തിന് രക്ഷപ്പെടണം. ഇത് ഒരസുരൻ, ദേവന്മാരുടെ വർഗ ശത്രുക്കൾ. അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ട വൃത്രാസുരൻ ഇതേപോലെ പ്രാർത്ഥിച്ചെങ്കിൽ അതിങ്ങനെ ഒരു ദേവനോ ഒരു ഭക്തനോ ഭഗവാനോട് പ്രാർത്ഥിച്ച ചരിത്രങ്ങളില്ല ഇവിടെ. ആകെപ്പാടെ അങ്ങനെ പ്രാർത്ഥിച്ചത് ഈ വൃത്രാസുരൻ. അതിലെത്ര ഭക്തിയുള്ളപ്പോ അസുരൻ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതിന്റെ ഉള്ളിലെ ആ ഭഗവത് ഭക്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ദേവേന്ദ്രൻ ഇയാളെ വജ്രായുധം കൊണ്ട് വൃത്രനെ നിഗ്രഹിക്കുന്നു എന്നാണ്. അപ്പൊ അസുരനായിട്ട് പോലും ആ വൃത്രാസുരന് ദേവന്മാർക്കോ മറ്റ് ഭക്തന്മാർക്കോ ഇല്ലാത്ത തരത്തിൽ ഭഗവാനോട് ഇത്രയും ഒരു ഭക്തി എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യം വന്നു. അപ്പൊ പറഞ്ഞു കൊടുത്താൽ അത് ഇപ്പോഴെങ്കിലും കിട്ടിയ ഭക്തിയല്ല. ഇയാൾ അസുരനായിട്ട് ജനിച്ചിട്ട് ഭഗവാന്റെ നാമം ജപിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇയാൾക്ക് അങ്ങനെ ഭക്തി കിട്ടി. ഇത് കഴിഞ്ഞ ജന്മം. ഇയാൾ ചിത്രകേതു എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അന്ന് ഇയാൾ നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നാമം ജപിച്ചവനായിരുന്നത് കൊണ്ട് അന്ന് ജപിച്ച നാമത്തിന്റെ ഗുണമാണ് ഇപ്പൊ ഇയാൾ അസുരനായിട്ടാ ജനിച്ചതെങ്കിലും ഭഗവാനോട് അത്രയും ഭക്തിയുടെ ഉള്ളിലേക്ക് വന്നില്ലേ. അതുകൊണ്ട് ഈ ജന്മത്ത് ഭഗവാന്റെ നാമം ജപിച്ചാൽ അതിന്റെ ഗുണം
ഈ ജന്മം കൊണ്ട് തീരുകയില്ല. അടുത്ത ജന്മം അതിന്റെ ഗുണം നമുക്ക് കിട്ടും. ഇപ്പൊ നാമം ജപിച്ചാൽ അടുത്ത ജന്മത്തും അതിന്റെ ഗുണം നമുക്ക് അനുഭവിക്കാം. അടുത്ത ജന്മം ചില മനുഷ്യന്മാരാകുമോ അത് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ പട്ടിയായിരിക്കും, പൂച്ചയായിരിക്കും. അടുത്ത ജന്മം നമ്മളൊക്കെ അറിയാതെ പോവും. എത്ര നികൃഷ്ടമായ ജന്മത്തിലായാലും ഇപ്പൊ നാമം ജപിച്ചാൽ അതിന്റെ ഗുണം അന്ന് കിട്ടും. ഇയാളിപ്പോ അസുരനായിട്ട് അവൻ ജനിച്ചിട്ട് പോലും ഭഗവാന്റെ നാമം ജപിച്ചതിന്റെ ഗുണം, ചിത്രകേതുവായിരുന്ന കാലത്ത് നാമം ജപിച്ച ഗുണമാണ് വൃത്രാസുരന് ഭഗവാനോട് ഇത്രയും ഭക്തി വരാൻ കാരണം. അപ്പോ ഈ ജന്മത്തെ നാമം ജപിച്ചാൽ അതിന്റെ ഗുണങ്ങൾ വരുന്ന ജന്മങ്ങളിലും നമുക്ക് അനുഭവിക്കാം. അതുകൊണ്ട് ഈ ജന്മത്തെ നാമം ജപിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. നിരന്തരം നാമം ജപിച്ചോ എല്ലാ ജന്മത്തിലും നമുക്കതിന്റെ ഗുണം കിട്ടും. പിന്നെ പറഞ്ഞത് ഈ ജന്മത്തെ നാമം ജപിച്ചാൽ അതിലൂടെ കിട്ടുന്ന ഒരു സുഖം, ഒരു സന്തോഷം, ആ സന്തോഷം എന്നും നിലനിൽക്കും. മറ്റുള്ള സന്തോഷങ്ങളൊക്കെ നിലനിൽപ്പില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്ന സന്തോഷം വേണം. ഇന്ന് സന്തോഷം കിട്ടിയ ലോട്ടറിയിലാണ് 5000 രൂപ ലോട്ടറി അടിച്ചു. ഓ, എന്തോ ഒരു സന്തോഷം. എത്ര കാലം കാണും ആ സന്തോഷം? അത് പോയി, വീണ്ടും ദുഃഖം. പക്ഷെ നമുക്കങ്ങനെയല്ല. നശിക്കാത്ത സന്തോഷം, എന്നും നിലനിൽക്കുന്ന സന്തോഷമാണ് മനുഷ്യന്മാർക്ക് വേണ്ടത്. ഒരു ദുഃഖവും ഇല്ല. ആ സന്തോഷം എവിടുന്ന് കിട്ടും? അത് നാമജപത്തിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെ ഈശ്വരനാമം ജപിച്ച് ഒരിക്കലും നശിക്കാത്ത സന്തോഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് പ്രഹ്ലാദൻ. പ്രകർഷേണ ആഹ്ലാദിക്കുന്നവൻ. ദുഃഖങ്ങളൊന്നുമില്ല. അവ ശരിക്കും നമ്മളെല്ലാവരെയും പ്രഹ്ലാദന്മാരാക്കി തീർക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നരസിംഹരൂപത്തിൽ അയച്ചത്. നമുക്ക് എന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് സന്തോഷം വരും, അത് പോകും. അങ്ങനെ പോകരുത്. ഒരിക്കലും നശിക്കാത്ത സന്തോഷം ഈശ്വരനാമ ജപത്തിലൂടെ മാത്രമേ കിട്ടൂ. അവരുടെ നാമജപത്തിന്റെ മാഹാത്മ്യമാണ്. രാവിലെ മുതൽ ഈ പറഞ്ഞ കഥകളിലൊക്കെ നമ്മൾ അത്, നിങ്ങൾക്ക് മോക്ഷം വേണോ, ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും സന്തോഷവും വേണോ, ഈശ്വരനാമം ജപിക്കണം. അതിന് മുടക്കം വരാൻ പാടില്ല. അതാണ് ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഈശ്വരനാമം ജപിക്കണം, ഈശ്വരന്റെ കഥകൾ കേൾക്കണം, ഈശ്വര കഥകൾ പാടി പാടി നടക്കണം, ഈശ്വര ഉപാസന ചെയ്യണം, ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കണം. അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ കയ്യ കാല് അവയവങ്ങൾ, കണ്ണാമൂക്ക അക്കത്തൊക്കെ, ചെവി, കയ്യ കാല്, ഇതൊക്കെ നമുക്ക് തന്നു ഭഗവാൻ. ഇതുകൊണ്ടൊക്കെ നമ്മൾ ഈശ്വര ഉപാസനകൾ ചെയ്യണം. ഈശ്വരീയമായ സൽക്കർമ്മങ്ങൾ ശരീരം കൊണ്ട് ചെയ്യണം. നാക്ക് തന്നു, എന്തിനാ? നാവെന്തിന് തന്നു ഭഗവാൻ? എന്തിനാ? അതിനേറെ തെറി വിളിക്കാനും ഒന്നും അല്ല, പരദൂഷണം പറയാനും അല്ല. പിന്നെ നാക്കെന്തിനാ തന്നേ? നാരായണ നാമം ജപിക്കാൻ വേണ്ടിയാണ്. നാമം ജപിച്ചെങ്കിലല്ലേ ഇതൊക്കെ കിട്ടൂ. ഇനി പോട്ടെ, ബാക്കി എല്ലാ അവയവങ്ങളും നമുക്കുണ്ട്. പക്ഷെ നമുക്കൊരു പ്രാർത്ഥന അവിടെ ഉണ്ട്. ഭഗവാനെ, എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി മുഴുവൻ നശിച്ചു പൊക്കോട്ടെ, എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല. എന്റെ ചെവിയുടെ കേൾവി ശക്തി മുഴുവൻ നശിച്ചു പോട്ടെ ഭഗവാനെ, എന്നാലും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. എന്റെ കൈകൾ, എന്റെ കാലുകൾ, ഇതിന്റെ എല്ലാം ശേഷി നശിച്ചു പൊക്കോ, ഒക്കെ തളർന്നു പോകട്ടെ, ശരീരം മുഴുവൻ തളർന്നു പൊക്കോട്ടെ, എന്നാലും എനിക്ക് സങ്കടമില്ല. പക്ഷെ എനിക്കൊരു പ്രാർത്ഥന, എന്റെ വായിലെ നാക്ക്, അതിനു മാത്രം ഒരു കുഴപ്പമുണ്ടാവല്ലേ. അതിന്റെ ശക്തി ഒരിക്കലും കുറയല്ലേ ഭഗവാനെ. എന്റെ കയ്യും കാലും കണ്ണും മൂക്കും എല്ലാം തളർന്നു പൊക്കോട്ടെ, എന്റെ ശരീരം മുഴുവൻ തളർന്നു പൊക്കോട്ടെ. പക്ഷെ എന്നാലും വായിലെ നാക്ക്, ആ നാക്കിന് യാതൊരു ശക്തിക്കുറവും ഉണ്ടാവരുത്. അതിന് ശക്തി വന്ന കാര്യം, എനിക്ക് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള നാക്കാണ്. നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമെന്നാണ്. അപ്പൊ അത്തരത്തിൽ നാക്കിന് ശക്തിയൊക്കെ വർദ്ധിച്ചു വരട്ടെ, എല്ലാ അവയവങ്ങളുടെയും ശക്തി വർദ്ധിച്ചു വരട്ടെ. അതിന് നാമജപം ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞ് സമർപ്പിച്ചു. അതേപോലെ നാളെ 10:30 മണിക്ക് ശ്രീകൃഷ്ണാവതാരം. ആ ശ്രീകൃഷ്ണാവതാര സമയത്ത് ഭഗവാൻ അവതരിച്ചു വരുമ്പോൾ സ്വീകരിക്കണം. ഭഗവാൻ ഇഷ്ടപ്പെട്ടതെല്ലാം തിരുമുൽ കാഴ്ചയായിട്ട് സമർപ്പിക്കണം. പൂർണ്ണപുണ്യാവതാരമാണ് ശ്രീകൃഷ്ണാവതാരം. അപ്പൊ ഭഗവാൻ ഇഷ്ടപ്പെട്ടതെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ചോണം.
ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെണ്ണയാണ്. വെണ്ണ, പശുവൊക്കെ ഉള്ള വീട്ടിൽ വെണ്ണയൊക്കെ ശുദ്ധമായിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ശുദ്ധമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് വെണ്ണ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതല്ലാത്തവരെന്താ വേണ്ടേ? അവിടെ കൗണ്ടറിൽ ചെന്ന് പേര് നാളം പറഞ്ഞ് തൃക്കൈ വെണ്ണ രസീത് എടുത്താൽ മതി, ഇവിടെ നിവേദിച്ച് വെള്ളം കിട്ടും. മധുരം ഭഗവാൻ ഏറ്റവും മധുരപ്രിയനാണ്. നമുക്ക് ഷുഗറായി പോയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഭഗവാൻ ഒരു ഷുഗറുമില്ലല്ലോ. ഭഗവാൻ മധുരപ്രിയനാണ്. മധുര വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കണം. മിഠായി മേടിച്ചുകൊണ്ട് കൊടുക്കണം. നാളെ രാവിലെ വരുമ്പോൾ ഓരോ പാക്കറ്റ് മിഠായി മേടിച്ച് ഇവിടെ ഭഗവാന് കൊണ്ട് കൊടുക്കണം. കൽക്കണ്ടം മേടിച്ചുകൊണ്ട് കൊടുക്കണം. ലഡു മേടിച്ചു കൊടുക്കാം, ജിലേബി മേടിച്ചു കൊടുക്കാം. പഴവർഗ്ഗങ്ങൾ, ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, കദളിപ്പഴം, മറ്റ് ചെറിയ പഴങ്ങളൊക്കെ മേടിച്ച് ഭഗവാനോട് കൊടുക്കണം. ഇതൊക്കെ കൊടുത്താൽ ഒന്ന് കൊടുത്താൽ 10 തിരിച്ചു തരും. ഒരു പാക്കറ്റ് മിഠായി കൊടുത്താൽ 10 കവർ മിഠായി നമുക്ക് തരുമെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ ഒരു പാക്കറ്റ് മിഠായി മധുരമാണ് ഭഗവാന് കൊടുത്തത്. അപ്പൊ മധുരം ഭഗവാന് കൊടുത്താൽ മധുരം തിരിച്ചു തരും. ജീവിതം മുഴുവൻ മധുരം തരും. മധുരം നിറഞ്ഞ ജീവിതം. ഇന്നത്തെ കയ്പൊന്നും കാണുകയില്ല. ഇന്നിപ്പോ കയ്പല്ലേ ഉള്ളൂ. ജീവിതം മുഴുവൻ കയ്പാ, അത് നമുക്ക് ഇഷ്ടമില്ല. ജീവിതം മുഴുവൻ മധുരം നിറഞ്ഞ ജീവിതം ഉണ്ടാവണം. അതാണ് ആസ്വദിക്കേണ്ടത്, ആ ജീവിതം. അപ്പൊ ജീവിതത്തിൽ മധുരം തരണമെങ്കിൽ മധുരപ്രിയനായ ഭഗവാന് മധുരം കൊടുത്താൽ മധുരം തിരിച്ചു തരും. അവിടെ നാളെ ആരും വെറും കയ്യോടെ വരരുത്. ഭഗവാനെ കാണാൻ വെറും കയ്യോടെ വരാൻ പാടില്ലല്ലോ, നിയമമാണ്. എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കണം. ഉണ്ണിയൂട്ടുണ്ട്. അപ്പൊ ഉണ്ണിയൂട്ടിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് രാവിലെ ചോറൂടൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെയൊക്കെ ഇവിടെ എത്തി പൂജിക്കും. അവിടെ ചെറിയ നിവേദ്യങ്ങളൊക്കെ കൊടുക്കാം. നല്ല കാര്യമാണ്. ഭഗവാന്റെ അവതാരത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി പൈസ മുടക്കി കൊടുക്കുന്നതോ അല്ലെങ്കിൽ തർക്കര പായസം ഇവിടെ ഇരുത്തി കൊടുക്കുന്നതോ ഒക്കെ വളരെ നല്ലതാണ്. അപ്പൊ എന്തായാലും അപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന വസ്തുക്കളൊക്കെ അവർക്കും കൊടുക്കേണ്ടി വരും. അപ്പൊ എന്തായാലും ആരും വെറും കൈയോടെ ഒന്നും വരരുത്. ഭഗവാനെ സ്വീകരിക്കാൻ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇവിടെ ഭഗവാന് തിരുമുൽ കാഴ്ച സമർപ്പിക്കണം. വളരെ നല്ലതാണ്. അതേപോലെ ബാലഗോപാല അർച്ചന കുട്ടികളുടെ പേരിൽ നിന്നാണ് പറഞ്ഞ് നടത്തണം. പുരുഷസുത്ത അർച്ചന നടത്തണം. ഭഗവാന് ഉടയാടകൾ സമർപ്പിക്കുക. അങ്ങനെ പലതരത്തിലും നമ്മുടെ സമ്പത്തിലൊരു ഭാഗം ഭഗവാന്റെ അവതാരത്തോടനുബന്ധിച്ച് നമുക്കിവിടെ സമർപ്പിക്കണം. അരിയായിട്ട് സമർപ്പിക്കാം. ഇന്നിപ്പോ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ അന്നദാനത്തിന് അരിയൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. രതീഷ് കിഴക്കേ നെല്ലിക്കാവ്, രാജേന്ദ്രൻ കണ്ണുതറവെളി, വിനോദ് ജിനി ഭവൻ ഇന്ന് അരി ഭഗവാന്റെ തിരുമുമ്പിൽ നരസിംഹമൂർത്തിയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചു. ഭഗവാന്റെ തിരുമുമ്പിൽ പാനക നിവേദ്യം യശോദ രേവതി, രാധാമണി രേവതി, ഉദയൻ തൃക്കട്ട, അമ്മണി ഭൂയം, രഞ്ജൻ പൂരാടം, സുനിൽ കാർത്തിക, വിശാലാക്ഷി, ജ്യോതി തുടങ്ങിയ ഭക്തജനങ്ങൾ. അതുപോലെ തന്നെ ഉത്തമൻ ഉത്തരം, അഞ്ജന പൂരം, അതുല്യ വിശാഖം, സന്തോഷ് പൂരം, മാധവ അശ്വതി, അനു തിരുവോണം, ദേവജിത്ത് അരിണം, മധുരിമ വിശാഖം തുടങ്ങി ധാരാളം ഭക്തജനങ്ങളൊക്കെ ഈ പാനക സമർപ്പണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രമണൻ, രോഹിണി, ശ്രീജ, ഭരണി. അതുപോലെ ഇന്നിവിടെ സുനിൽ കുമാർ വേണാട് എന്ന ഭക്തൻ ഒരു പട്ട എണ്ണ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചു. രജീഷ് കിഴക്കനെല്ലിക്കാവ് അദ്ദേഹത്തെ പേര് വിളിച്ചിട്ടുണ്ടെങ്കിലും രാജേന്ദ്രൻ കണ്ണതറ, വിനോദ് ജിനിഭവൻ, സ്വാമിനി മട്ടുമേവിളി, പ്രസാദ് തെക്കേപ്പേരയിൽ, ശ്രീകൃഷ്ണൻ വെളിയിൽ, ഉൽപ്പൽ ആസാംകാരനാണ്. ഉൽപ്പൽ നമ്മുടെ നാട്ടിൽ ചേർത്തല മാർക്കറ്റിൽ പണിയെടുക്കുന്ന ആളാണ്. അയാൾ നമ്മുടെ നാട്ടുകാരനല്ല, ആസാംകാരനാണ്. ആ ഭഗവത് ഭക്തൻ ഒരു കരി സമർപ്പിച്ചു. എന്നൊക്കെ എല്ലാവരും അറിയണം. അപ്പൊ നമ്മളും സമർപ്പിക്കാനുള്ളവരൊക്കെ നേരത്തെ അരിയൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കണം. അതുപോലെ ഇന്നത്തെ അടുത്ത വർഷം, അടുത്ത 2025 1-ാം ദിവസത്തെ സമ്പൂർണ്ണ അകസ് സമർപ്പിക്കുന്നവരുടെ പേര് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ 2-ാമത്തെ ദിവസത്തെ സമ്പൂർണ്ണ അകസ് അടുത്ത വർഷത്തെ സപ്താഹയജ്ഞത്തിലെ 2-ാമത്തെ ദിവസത്തെ സമ്പൂർണ്ണ അകസ് സമർപ്പിച്ചോളാം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശ്രീ രാജേന്ദ്രൻ കണ്ണുതറ എന്ന ഭക്തനാണ് അടുത്ത വർഷത്തെ 2-ാമത്തെ ദിവസത്തെ അകസ്. അതൊക്കെ നേരത്തെ പറയണം. ഇനിയിപ്പോ 2-3 നാളത്തെ കൃഷ്ണാവതാരം കഴിഞ്ഞാൽ പിന്നെ സപ്താഹം പെട്ടെന്ന് തീരും, ദിവസം പെട്ടെന്ന് പോകും. അപ്പൊ ആലോചിച്ചൊന്നിരുന്നിട്ട് കാര്യമില്ല. ആലോചിക്കേണ്ടതൊക്കെ നേരത്തെ ആലോചിച്ച്
അടുത്ത വർഷത്തെ സപ്താഹയജ്ഞം സമ്പൂർണ്ണ അഗസ് അല്ലെ ഭാഗികമായ അഗസൊക്കെ സമർപ്പിക്കാൻ താല്പര്യമുള്ളവര് നേരത്തെ പറയണം. കഴിഞ്ഞ സപ്താഹത്തിന് ഇവിടെ നമ്മൾ എല്ലാവരും കൂടിയതാണ്. പക്ഷെ അന്നത്തെ അമ്പലമല്ല, ഇന്നിപ്പണ്ട് ലോക്കൊക്കെ ഇന്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗമൊക്കെ. എന്നാലും നമ്മൾ ഇരിക്കുന്നതൊക്കെ വന്ന അതൊക്കെ മാറണ്ടേ. അടുത്ത സപ്താഹത്തിന് മുമ്പ് അവിടെയും കൂടെ ഒക്കെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഇന്റർലോക്ക് ചെയ്തിരിക്കണം. അതിനിപ്പോ ഇന്നാളതൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അത് നല്ല മനസ്സുള്ളവർക്ക് ചെയ്യാം. സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. 1600 രൂപ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരില്ല, അതിൽ 200 രൂപ വെച്ച് മാറ്റി എടുത്ത് വെച്ചാൽ പോലെ 10 2000 രൂപ ആവും. അത് കൊടുത്താലും മതി. അവരതിൽ കൊണ്ടൊക്കുന്ന പോലെയൊക്കെ ചെയ്ത്. ഇപ്പൊ നമ്മളിപ്പോ മണ്ണിലാണല്ലോ ഇരിക്കുന്നത്. ആ ഇരിക്കുന്നിടം ഷീറ്റ് പൊക്കിയാൽ മണ്ണാണ്. അപ്പൊ അടുത്ത വർഷത്തെ സപ്താഹത്തിന് മുമ്പ് അവിടെയും കൂടി ഇപ്പൊ നിലവിളക്ക് വെച്ചിരിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളൂ ആ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ പന്തല് മുഴുവൻ ഇന്റർലോക്ക് ചെയ്യണം. ക്ഷേത്രത്തിന്റെ പരിസരം എന്തായാലും വശവും ഒഴിഞ്ഞിറക്കുന്നിടത്തൊക്കെ ഇന്റർലോക്കൊക്കെ ചെയ്യണം. അതിനൊക്കെ നല്ല മനസ്സുള്ളവർ ഉണ്ട് ഇവിടെ. നിങ്ങളൊക്കെ തന്നെ അടുത്തൊക്കെ ചെയ്തത്. അപ്പൊ അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യണ്ടേ. അപ്പൊ അതിന്റെ ഒരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അതിനാർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ട്, പേരൊക്കെ നേരത്തെ പറയണം. അപ്പൊ എന്തായാലും 2ാം ദിവസമായ ഇന്ന് സമ്പൂർണ്ണ അഗസ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ, അതായത് ഫ്രണ്ട്സ് ഫിഷ് കമ്മീഷൻ ഏജന്റ് ചേർത്തല. അപ്പോ അതിൽപ്പെട്ട അംഗങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇന്നത്തെ ദിവസം അരിയായാലും എണ്ണയായാലും പാനകമായാലും അർച്ചനയായാലും നിർമ്മതയായാലും ഒക്കെ സമർപ്പിച്ച് ഭഗവാനെ ദർശിക്കാനായി എത്തി അന്നദാന പ്രസാദം സ്വീകരിക്കുവാനൊക്കെ തയ്യാറായി എത്തിച്ചേർന്ന എല്ലാ ഭക്തജനക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നരസിംഹമൂർത്തി എല്ലാവരെയും വേണ്ട പോലെ അനുഗ്രഹിക്കട്ടെ. ക്ഷേത്രത്തിലെ ഉച്ചപൂജയുടെ ദീപാരാധനയാണ്. ആ ദീപാരാധന തൊഴുതു കഴിഞ്ഞാൽ എല്ലാവരും അന്നദാന പ്രസാദം സ്വീകരിക്കുവാൻ അന്നദാനശാലയിലേക്ക് പോകണം. ഇനി എത്തിച്ചേരാനുള്ളവരും എത്രയും വേഗം എത്തിച്ചേരുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.